സഹോദരങ്ങളെ, സൂറത്ത് നിസായിലെ 46-ാമത്തെ വചനാണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. 46, 47. ഇത് ഇന്ന് നമ്മൾ പറയുന്ന, നമ്മളെന്ന് പറയുമ്പോൾ ഇന്ന് പാരമ്പര്യമായി വിശ്വസിക്കുന്ന ആളുകൾ വുളുവിൻ്റെ ആയത്തുകൾ എന്ന് പറയുന്ന ആ ആയത്തുകൾക്ക് ശേഷം വരുന്ന വചനങ്ങളാണിത്. ഇന്ന് പാരമ്പര്യമായിട്ട് നമ്മുടെ മുസ്ലിം സമൂഹത്തിലെ പുരോഹിതന്മാർ, പണ്ഡിതന്മാർ വുളു എന്ന ആചാരത്തിന്, അനുഷ്ഠാനത്തിന് തെളിവുണ്ടാക്കാൻ പറയുന്ന 2 വചനങ്ങളാണ്. ഒന്ന് 4:43, പിന്നെ ഒന്ന് 5:6. സൂറത്ത് അൽ-മാഇദയിലെ 6-ാമത്തെ വചനവും ഞാൻ ഇന്നിപ്പോൾ ഓതിക്കേൽപ്പിച്ച ഈ വചനത്തിന്റെ തൊട്ട് മുമ്പുള്ള വചനങ്ങളിലുമാണ് ആ കാര്യങ്ങൾ പറയുന്നത്. അത് നമ്മൾ പലപ്പോഴും വിശദീകരിച്ച് പഠിച്ച ഒരു വിഷയമാണ്. വുളു എന്ന് പറഞ്ഞാൽ എന്ന ഖുർആനിലെ ആ രൂപത്തിലല്ല എന്നുള്ളത്. വുളു എന്ന ഒരു പദം തന്നെ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടില്ല. അംഗശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചിരുന്ന വാക്കാണത്. അൽ വുളു, അംഗശുദ്ധി. അങ്ങനെ അൽ വുളു എന്ന് പറയുന്ന ഒരു പദം പോലും വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയുകയില്ല. പിന്നെ ആ വചനത്തിൽ എന്താണ് 5:6-ലും 4:43-ലും 4:43-ല് തയമ്മമിന്റെ രൂപം. തയമ്മം എന്ന് പറഞ്ഞാൽ തന്നെ ഉദ്ദേശിക്കുക എന്നേ അർത്ഥമുള്ളൂ. അത് ഇവരെന്നെ അങ്ങനെയാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത്, നമ്മളർത്ഥല്ലത്. തയമ്മമ എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം ഉദ്ദേശിക്കുക. അതിന്റെ റൂട്ട് യാ യമമ എന്നാണ്. യാ മീമ് മീമ്, അതാണ് അതിന്റെ മൂല അക്ഷരങ്ങൾ. യാ മീമ് മീമ്, ഇതാണ് യമമ എന്നാണ് അതിന്റെ റൂട്ട്. അതിൽ നിന്നാണ് തയമ്മമ എന്നുണ്ടാകുന്നത്. ഇപ്പൊ ഫഅല എന്ന് പറയുന്ന ക്രിയയിൽ നിന്ന് തഫഅല എന്ന് പറയുന്നത് പോലെ, അലിമയിൽ നിന്ന് തഅല്ലമ എന്ന് പറയും. അവൻ മുതഅല്ലിമാണെന്ന് പറയും. അത് അല്പം ഭാഷ വിശദീകരിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ഈ തയമ്മം എന്ന പദം തന്നെ ഖുർആനിൽ ഇന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു അനുഷ്ഠാനത്തിന് ഇല്ലാന്നാ പറയുന്നത്. തയമ്മം എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ വാക്കിന്റെ അർത്ഥം ഉദ്ദേശിക്കുക, ലക്ഷ്യം വെക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഉദ്ദേശിക്കുക, ലക്ഷ്യം വെക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അത് ഉപയോഗിക്കുന്ന അർത്ഥം അതന്നെയാണ് കേട്ടോ. അപ്പൊ തയമ്മമോ നിങ്ങൾ ഉദ്ദേശിച്ചു പോവുക എന്നാണ്. പക്ഷെ അത് കർമ്മശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ തയമ്മമിന്റെ രൂപം എന്നുള്ളത് വരിക. തയമ്മമിനൊരു രൂപമല്ല, ഉദ്ദേശത്തിനൊരു രൂപമല്ല. ഉദ്ദേശിക്കുന്നതിന് എന്താ രൂപം? മദ്രസിലൊക്കെ കൈഫിയത്ത് തയമ്മം എന്ന് പറയും. തയമ്മമിന്റെ രൂപം. ഒരു ക്രിയക്കേ രൂപം ഉണ്ടാകുള്ളൂ, ഒരു ഉദ്ദേശങ്ങൾക്ക് രൂപം ഉണ്ടാകില്ല. ഒരു ലക്ഷ്യമാണ് മനുഷ്യന്റെ ഉദ്ദേശമാണത്. അപ്പോ 4:43-ൽ തയമ്മം എന്ന് പറയുന്നതും 5:6-ൽ വുളു എന്ന് പറയുന്നതുമായ ഒരു പുണ്യകരമായ ഒരു അനുഷ്ഠാനത്തെക്കുറിച്ച്, ഒരു ആചാരത്തെക്കുറിച്ച്, ഒരു അംഗശുദ്ധിയെക്കുറിച്ച് ഖുർആൻ വിശദീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, തയമ്മം പോലത്തെ ഒരു ബുദ്ധിശൂന്യമായ ഒരു പ്രവൃത്തിയെ, യുക്തിരഹിതമായ ഒരു പ്രവൃത്തിയെ ഖുർആൻ അംഗീകരിക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, യാതൊരു നിലക്കുള്ള യുക്തിയും ആ വിഷയത്തിലില്ല. ഒരു നിലക്കുള്ള യുക്തിയും ആ കർമ്മത്തിലില്ല. ഒരു നിലക്കുള്ള യുക്തിയും ആ കർമ്മത്തിലില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അഴുക്കായതിനും ശരീരത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്ത് അഴുക്ക് വെച്ച് തേച്ചിട്ട് എന്താ കാര്യം? ഇപ്പൊ മലമൂത്ര വിസർജനം കഴിഞ്ഞ് വന്നിട്ടോ, രോഗിയോ യാത്രക്കാരനോ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ തയമ്മം ചെയ്യണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇവർ പറയുന്ന മുലാമസത്തുൻ നിസാ, സ്ത്രീ സംസർഗം എന്നാ പറയുന്നത്. ഇങ്ങനെ അഴുക്കാവുന്ന ഒരു വ്യക്തി അഴുക്കായ ഭാഗം വൃത്തിയാക്കല്ല ചെയ്യുന്നത്. അതല്ലാത്ത ഭാഗത്ത് മണ്ണ് തേക്കുക, അതല്ലാത്ത ഭാഗത്ത് അഴുക്ക് തേച്ചിട്ട് എങ്ങനെ ഇത് വൃത്തിയാവും എന്നാ പറയുന്നത്. അതാണ് പറയുന്നത്, ഒരു യുക്തിയോ ഒരു പ്രായോഗികതയോ ഒന്നുമില്ലാത്ത ഒരു കർമ്മ അനുഷ്ഠാനമാണ് തയമ്മം എന്ന് പറയുന്ന ഇന്നത്തെ മുസ്ലിങ്ങൾ അനുഷ്ഠിക്കുന്നത്. അവർ പറയുന്നത്, നിങ്ങൾ വൈകുന്നതും മറന്നാൽ നിങ്ങൾ രോഗിയാണെങ്കിൽ, ഞാനൊരു ആമുഖായിട്ട് ആ കാര്യം പറഞ്ഞത് ഞാൻ വിശദമായിട്ട് ഞങ്ങൾക്ക് പല ക്ലാസ്സുകളിലും വിശദീകരിച്ചു എന്നാണ്. അത് നിങ്ങൾക്ക് ആവർത്തനമാവുള്ളൂ. അത്
ഞാനിപ്പോൾ ഓതി വെച്ച വിഷയം എന്താണെന്ന് പ്രതിപാദിക്കാനാണ് ഞാൻ അതിൻ്റെ ഒരു ആമുഖം എന്ന നിലക്ക് പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾ രോഗിയോ യാത്രക്കാരനോ കക്കൂസിൽ നിന്ന് വന്നാലോ ഔലാമസ്തു മുന്നിസ സ്ത്രീകളുമായി സംസർഗം നടത്തിയാലോ നിങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ശുദ്ധമായ മണ്ണുകൊണ്ട് മുഖവും കൈകളും തുടക്കുക എന്നാണ് ഇന്ന് എഴുതി വെച്ചിട്ടുള്ളത്. അതാ ഞാൻ പറഞ്ഞത്, ബാത്റൂമിൽ പോയിട്ട് അശുദ്ധമായ സ്ഥലത്തൊന്നും ചെയ്യാതെ കൈയും മുഖവും തുടച്ചിട്ട് എങ്ങനെ വൃത്തിയാകുക എന്നുള്ളതിൻ്റെ യുക്തി എന്താണെന്ന് ഒരു നിലക്ക് ആലോചിച്ചിട്ടും ഒന്നും കിട്ടണില്ല. ഒരു നിലക്ക് ആലോചിച്ചിട്ടും അതിൻ്റെ യുക്തിയെക്കുറിച്ചോ അതിൻ്റെ പ്രായോഗികതയെക്കുറിച്ചോ ഒന്നുമില്ല. ഇപ്പോൾ ഒരാളെ ആക്രമിച്ച ആളെ ഒരു വ്യക്തി അക്രമം കാണിച്ചാൽ അവനല്ല ശിക്ഷ കൊടുക്കുന്നത്, അത് കണ്ടു നിന്നവനാ ശിക്ഷ കൊടുക്കുന്നത്. അതെങ്ങനെ ശരിയാവുന്ന ഞാൻ പറയണത്? അതുപോലെയാണത്. ഒരു മനുഷ്യൻ അക്രമം കാണിക്കുന്നു, പക്ഷേ അവിടെ എവിടെയോ ചുറ്റിപ്പറ്റി നിന്നതോ കണ്ടു നിന്ന് പിന്നെ ഒഴിഞ്ഞു നിന്നതോ അല്ലെങ്കിൽ ഇതൊന്നും അറിയാത്തതോ ആയ ഒരു വ്യക്തിയെ പിടിച്ച് ശിക്ഷിച്ചാൽ ഈ അക്രമിക്ക് എങ്ങനെ പ്രതികാരം ആവുമാവുന്ന അതിനുള്ള പ്രതിഫലം എങ്ങനെയാവുന്ന ഞാൻ ചോദിക്കുന്നത്. എന്നതുപോലെയാണ് മലമൂത്ര വിസർജനം ചെയ്ത് അഴുക്കായ ആ ഭാഗങ്ങളിൽ ഒന്നും ചെയ്യാതെ ശരീരത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്ത് മണ്ണ് തേച്ചത് കൊണ്ട് ഇത് എങ്ങനെ വൃത്തിയാവുമെന്നാണ് ചോദിക്കുന്നത്. നീ അതല്ല, മണ്ണ് ഇവർ പറയുന്ന വൃത്തിയാക്കാൻ കഴിവുള്ള നല്ല സാധനമാണ്. അത് ഈ പ്രകൃതിയിലൊക്കെ കുറെ ആൾക്കാർ മണ്ണ് തേച്ച് ഇരിക്കാനല്ലാതെ മണ്ണുകൊണ്ട് വൃത്തിയാവുന്ന ഓരോ വസ്തു വൃത്തിയാക്കാനും ഓരോ സംഗതികളാണ്, ഓരോ വസ്തുക്കളാണ്. ഇപ്പൊ സ്വർണം വൃത്തിയാക്കാൻ വെള്ളം കൊണ്ട് പറ്റില്ല, വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കാന്നല്ലാതെ അതിലെ മറ്റ് കലർന്ന വസ്തുക്കളൊക്കെ അതിൽ നിന്ന് ഇല്ലാതാക്കണമെങ്കിൽ അതിനെ ശുദ്ധീകരിക്കാൻ ഒരു വസ്തുണ്ട്. ഇങ്ങനെ ഓരോ വസ്തുവിനും ശുദ്ധീകരിക്കാൻ അതിൻ്റെതായ വസ്തുക്കൾ പ്രപഞ്ചത്തിലുണ്ട്. അഴുക്ക് ശുദ്ധിയാക്കാൻ പ്രഥമമായി ഉപയോഗിക്കേണ്ടത് വെള്ളം തന്നെയാണ്, അല്ലാതെ മണ്ണ് അല്ല. മണ്ണ് ജലത്തെ മണ്ണ് ശുദ്ധീകരിക്കുന്നുണ്ട്, പക്ഷെ അതിന് ഒരുപാട് പ്രോസസ്സുകൾ കഴിഞ്ഞിട്ടാണ്. നിരന്തരമായ ഒരുപാട് പ്രോസസ്സുകളിലൂടെ മാത്രമേ ജലം ശുദ്ധീകരിക്കപ്പെടുന്നുള്ളൂ. ഒറ്റയടിക്ക് മണ്ണിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടും. അതിന് കാലദൈർഘ്യം എടുക്കും, ഒരുപാട് പ്രോസസ്സുകളിലൂടെ കടന്നു പോകണം. എന്നാൽ തന്നെ ജലത്തെ വരെ മണ്ണ് ശുദ്ധീകരിക്കുള്ളൂ എന്നാ പറയുന്നത്. അപ്പൊ മനുഷ്യ ശരീരത്തെ ശുദ്ധീകരിക്കാനുള്ളത് മണ്ണല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒരു വസ്തു വിശിഷ്ടമായ വസ്തുവാണ് എന്ന് വിചാരിച്ചിട്ട് അതിന് ശുദ്ധീകരിക്കാൻ പറ്റുന്ന വസ്തു തന്നെ അതിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ തേന് ശുദ്ധമായ വസ്തുവാണെന്ന് വിചാരിച്ചിട്ട് മലമൂത്ര വിസർജനം ചെയ്തിട്ട് തേൻ ഉപയോഗിക്കാൻ പറ്റില്ല, വൃത്തിയാക്കാൻ. സംഗതി തേന് വളരെ വിശിഷ്ടമായ നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ്. പാല് വിശിഷ്ടമായ വസ്തുവാണെന്ന് വിചാരിച്ചിട്ട് അത് മലമൂത്ര വിസർജനം ചെയ്തിട്ട് അല്ലെങ്കിൽ കുളിക്കാനൊന്നും പാല് പറ്റൂല. അപ്പോൾ ഒരു വസ്തു നല്ല വസ്തുവാണെന്ന് വിചാരിച്ചിട്ട് അതിന് വൃത്തിയാക്കേണ്ട വസ്തു കൊണ്ട് തന്നെ അത് വൃത്തിയാക്കണമെന്ന് ഞാൻ സൂചിപ്പിച്ചത്. അതിന് ഖുർആൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഖുർആൻ ഏതെങ്കിലും ഒരു പ്രാദേശികമായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ആളുകൾക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമല്ല ഇത്. അങ്ങനെ വരുമ്പോഴാണ് ഇതൊക്കെ വരുന്നത്. ഒരു പ്രദേശത്തുകാർക്ക് ഒരു കാലഘട്ടത്തിലെ ആളുകൾക്ക് അവതരിപ്പിക്കപ്പെട്ടതല്ല. ഈ ഖുർആൻ എന്ന് പറയുമ്പോൾ ആദം നബി മുതൽ അവസാനത്തെ മനുഷ്യനിൽ വരെ മാറ്റങ്ങൾ ഉണ്ടാക്കാനും പുതുമയുണ്ടാക്കാനും അവന്റെ ജീവിതത്തെ ബാധിക്കുന്നതുമായ പ്രശ്നങ്ങളാണ് ഈ ഖുർആനിന്റെ ചർച്ചാ വിഷയം. അത് ഒരു പ്രദേശത്തെ ഏതെങ്കിലും നാലാളുകൾക്ക് വേണ്ടി, ഒരു പ്രദേശത്തെ ഏതെങ്കിലും ആളുകളുടെ മലമൂത്ര വിസർജനത്തിന്റെ രീതിയെ പരാമർശിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ആളുകൾ ചെയ്യുന്ന കർമ്മങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഗ്രന്ഥമല്ല വിശുദ്ധ ഖുർആൻ എന്നുള്ളത് നമ്മൾ ഖുർആനെ കുറിച്ച് ആദ്യമായി മനസ്സിലാക്കേണ്ട തത്വമാണ് അത്. അപ്പോ ഞാൻ എവിടെ സൂചിപ്പിക്കേണ്ടായി, രോഗിക്ക് ആശുപത്രികളിലൊക്കെ ഈ മെംസിലൊക്കെ ഓരോ റൂമിനും ഓരോ 9 ചാക്ക് മണ്ണ് കൊടുത്ത് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ ടൈമം ചെയ്യാൻ. പിന്നെ യാത്രക്കാരന് എയർലൈൻസിലും അതുപോലെ തന്നെ കപ്പലിലും ബസ്സിലും കാറിലൊക്കെ ഓരോ ചാക്ക് മണ്ണ് കരുതുക. പിന്നെ ഔലാമസ്തു മുന്നിസാധന സ്ത്രീകളോട് സംസർഗം നടത്തുക എന്ന് പറഞ്ഞാൽ ബെഡ്റൂമിലൊക്കെ ഓരോ ചാക്ക് മണ്ണ് കൊടുക്കുന്നത് വൃത്തിയാക്കാൻ. എന്താണ് പറയുന്നത്? തീരെ ഒരു നിലക്കും പ്രായോഗികതയെക്കുറിച്ചോ ഇതിൻ്റെ ഇത് എത്രമാത്രം സമൂഹത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെന്ന് ഒന്നും ചിന്തിക്കാതെ അങ്ങോട്ട് പറയാം.
അങ്ങനെ പറഞ്ഞിട്ട് ഖുർആനിന്റെ പ്രായോഗികതയെ, ഖുർആനിന്റെ സാർവലൗകികതയെ, ഖുർആന്റെ കാലാധിപത്യയെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ ഖുർആനിനെ വ്യാഖ്യാനിക്കാം. ഖുർആൻ ഒരു കാലാധിവർത്തിയായ, കാലങ്ങളൊക്കെ അതിജയിക്കുന്ന, അതാണ് കാലാധിവർത്തി. ഒരു കാലഘട്ടത്തിലെ ആളുകൾ എങ്ങനെ കക്കൂസിൽ പോയിരുന്നു, എങ്ങനെ കുളിച്ചിരുന്നു, അവർക്കനുസരിച്ച് ഒരു കിതാബ് ഇറക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, ഇവരുടെ ഇന്നത്തെ ഖുർആൻ പരിഭാഷയുടെ അവതരണം ഇങ്ങനെ കണ്ടു നോക്കി നമുക്ക് മനസ്സിലാകുക, കോടാനുകോടി വർഷമാണ് ലോകത്തെ ചരിത്രം. എത്ര കോടി വർഷം കഴിഞ്ഞിക്കണമെന്നൊരു അന്തമില്ല. ഇനി എത്ര കോടി വർഷം വരുന്നൊരന്തമല്ല. ഇത്രയും കോടാനുകോടി വർഷത്തിൽ 23 കൊല്ലം എന്ന് പറയുന്നത് ഒരു സൂചി കൊണ്ട് കുത്താനുള്ള ഇടം പോലുമില്ല ലോകത്തിന്റെ പിന്നെ മനുഷ്യ ചരിത്രത്തിന്റെ കാലദൈർഘ്യം എടുത്താൽ. ഈ 23 കൊല്ലത്തിലെ വളരെ നിസ്സാരം, ഒരു സൂചി കൊണ്ട് കുത്താനുള്ള ഇടം കൂടി ഇല്ല ഈ 23 കൊല്ലം എന്ന് പറയുന്നത്. ഈ 23 കൊല്ലത്തിൽ അവിടുത്തെ ആളുകൾ എങ്ങനെ ബാത്റൂമിൽ പോയിരുന്നതെന്നോ, അവിടുത്തെ ആളുകൾ അള്ളെങ്ങനെ എത്തി നോക്കുക. ഇവര് പറയണം അള്ളെങ്ങനെ എത്തി നോക്കുക. ആയിഷയും മൈമൂനിപ്പം എന്താ പറയണു നോക്കുക. ആയിഷയും മൈമൂനിപ്പം ഇതിനെ കുറിച്ച് എന്തോ പറഞ്ഞു, അപ്പൊ ഒരായത്തിറക്കുക. അള്ളെങ്ങനെ എത്തി നോക്കുകയാണ്. ആയിഷയും മൈമൂനി എന്താ പറയണത്, അപ്പൊ ഒരായത്തിറക്കുക. അള്ളെങ്ങനെ എത്തി നോക്കുക, എങ്ങനെയാ അവിടുത്തെ ആൾക്കാർ ബാത്റൂമിലേക്ക് പോണത്, അപ്പൊ ഒരായത്തിറക്കുക. അള്ളെങ്ങനെ എത്തി നോക്കുക, അവര് കക്ഷം പറിക്കുകയാണോ വടിക്കുകയാണോ, അപ്പൊ എന്നാ കക്ഷം പറിച്ചാൽ മതി, അല്ലെങ്കിൽ ഹദീസ് ഇറക്കുക. ഇങ്ങനെ നിസ്സാരം. പിന്നെ അതുപോലെ തന്നെ ആയിഷയുടെ വീട്ടിൽ ഇപ്പൊ എന്തൊക്കെ പാചകം ചെയ്തിരിക്കണമെന്ന് എത്തി നോക്കുക. അവിടെ ഇപ്പോ ഉള്ളിയും തക്കാളിയൊക്കെയാണ് വെച്ചിട്ടുള്ളത്, മീൻ വെച്ചിട്ടില്ല. എന്നാ മീൻ തിന്നോളി ഒരായത്ത്. ആയിഷാനെ ഏതോ ഒരു ചങ്ങായിയായിട്ട് അപവാദം ഉണ്ടാക്കി. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അള്ളാഹു അന്തം വിട്ടിരിക്കുക. അന്നാ ഒരായത്തിറക്കുക, 4 സാക്ഷി ഉണ്ടെങ്കിൽ എറിഞ്ഞു വന്നോളി. ഇങ്ങനെ ഞാൻ പറഞ്ഞു, മതങ്ങൾ തന്നെ, ഇന്നത്തെ മതങ്ങൾ അങ്ങനത്തെ ഒരു പഠിച്ചവനാണെങ്കിൽ, ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഒരു പഠിച്ചവനാണെങ്കിൽ ആ പഠിച്ചവൻ ഇല്ലാതിരിക്കാൻ നല്ലത്. കാരണം സെമിറ്റിക് മതങ്ങളുടെ പഠിച്ചവന് മക്ക, മദീന, ഇസ്രയേൽ, ഫലസ്തീന് അവിടെ ചുറ്റിപ്പറ്റിയിട്ടാണ്. സെമിറ്റിക് മതം, ഇസ്ലാം മതം, ക്രിസ്തു മതം, ജൂതമതം, ഈ മതങ്ങളുടെ പടച്ചവനും പടച്ചവന്റെ വിഹാര കേന്ദ്രങ്ങളും, വിഹരിക്കുന്ന കേന്ദ്രങ്ങളും, ചുറ്റിപ്പറ്റി നടക്കുന്ന കേന്ദ്രങ്ങളും സംഭവങ്ങളും എവിടെയാണ്? മക്ക, മദീന, സൗദി അറേബ്യ, ഈജിപ്ത്, ഫലസ്തീന്, ഇതിന്റെ 4 ഓറാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പൊ ഇവിടെ കോഴിക്കോട് ഇപ്പൊ ഒരു നബി വന്നു എന്ന് വിചാരിച്ചു. കോഴിക്കോട് നബി വന്ന മസൂർക്ക് എന്താ ചെയ്യണത്, സൈദലവി എന്താ ചെയ്യണത്, സലീം എന്താ ചെയ്യണത്, ഇങ്ങനെ എത്തി നോക്കിയിട്ടായിരുന്നു. ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് എന്താ ചെയ്യണമെന്ന് ഈ ആൾക്കാർക്ക് അറിയില്ല. എന്തിന് ഈവൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്താ ചെയ്യണമെന്ന് വരെ ഈ അള്ളാഹ്ക്ക് അറിയണില്ല. ഇതിലായത്തില്ല. ഈവൻ റഷ്യയിലത്തെ ആളെന്താണ്, അല്ലെങ്കിൽ ഇസ്രായേലിലെ നെതന്യാഹു എന്താ ചെയ്യണമെന്ന് അറിയുന്നില്ല, പഠിച്ചോന്നറിയില്ല, അതിനായത്തില്ല. ഈ കോഴിക്കോടങ്ങാടിയിലെ 10 ആളുകള് ആയിഷയും മൈമൂനും സൈദലയും മറ്റേ പോക്കരും അയമോട്ടിയൊക്കെ എന്താ ചെയ്യണം, അതിനെങ്ങനെ ചുറ്റിപ്പറ്റി എത്തി നോക്കിയിട്ട് ഓലിക്കില്ല ആയത്ത്. ഇവിടേക്ക് വന്നാൽ പുണ്യം, ഇവിടെ പടച്ചോന്റെ കേന്ദ്രങ്ങൾ. ഇങ്ങനെ സെമിറ്റിക് മതങ്ങളുടെ പടച്ചോനും ആരാധനകളും അനുഷ്ഠാനങ്ങളും ഏകദേശം മക്കയും മദീനവും ഈ മാത്രം ചുറ്റിപ്പറ്റിയുള്ള ആരാധനാനുഷ്ഠാനങ്ങളും കാര്യങ്ങളുമാണ് അതിലുള്ളത്. ഇനി കിഴക്കൻ മതങ്ങളുണ്ട്. കിഴക്ക് ഹിന്ദുമതമൊക്കെ കിഴക്കിന്റെ മതങ്ങളാണ്. ഇതിങ്ങോട്ട് വന്നാൽ ഈ ഹിമാലയൻ സാനുക്കളിലാണ്, ഗംഗ, യമുന, അവിടുത്തെ തിബത്ത്, അവിടുത്തെ പുണ്യകേന്ദ്രങ്ങൾ, അവിടെയാണ് കിഴക്കൻ മതങ്ങളുടെ പടച്ചോൻ ചുറ്റിപ്പറ്റി. അവിടെ വിഹാര കേന്ദ്രങ്ങൾ, പുണ്യകേന്ദ്രങ്ങൾ, പുണ്യസ്ഥലങ്ങൾ, അവിടെ പോയാൽ അള്ളാഹ്ക്ക് ഇഷ്ടം ഈ മതങ്ങളില്. ഇനി പടിഞ്ഞാറ് പോയാല് ഗ്രീക്ക്, റോമൻ, ഒളിമ്പസ് പോലെയുള്ള പ്രാന്തപ്രദേശങ്ങളിൽ അവിടെയാണ് അവരുടെ പടച്ചോൻ ഇരിക്കുന്നത്. അവിടെ പോയാല് പ്രത്യേകമായി പ്രസാദിക്കുന്ന പടച്ചോൻ, അവിടുത്തെ സംഭവ വികാസങ്ങൾ മാത്രം വിവരിക്കുന്ന കാര്യങ്ങൾ. ഇങ്ങനെ ഞാൻ പറയുന്നത്, ഇങ്ങനെ ഈ പ്രാദേശികമായ കാലികമായ വിഭജനം തന്നെ ദൈവത്തിന് അന്യമാണ് എന്നാ പറയുന്നത്. ഖുർആൻ പരിചയപ്പെടുത്തുന്ന സൃഷ്ടാവിന് ഇത് അന്യമാണ്. അതാണ് ഇവിടെ ഖുർആൻ പറയുന്നത്. പൂർവികരോട് പറഞ്ഞതല്ലാത്ത ഒന്നും നിങ്ങളോട് പറയുന്നില്ല. ഖുർആൻ പറഞ്ഞു, പൂർവികരോട് പറഞ്ഞ കാര്യം തന്നെയാണ് നിങ്ങളോടും പറയുന്നത്. അതാണ് ആദം നബിയുടെ കാലഘട്ടത്തിലുള്ള മനുഷ്യനും അവസാനം വരുന്ന മനുഷ്യനും അവന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഖുർആനിൽ പറയാനുള്ളൂ. ആ കാര്യങ്ങളെ ഖുർആനിൽ സംസാരിക്കാനുള്ളൂ.
അത് ഇവരെന്താണ്, ഒരു പൊട്ടന്റെ വാപ്പ ഉണ്ടായിരുന്നു മക്കത്ത്. മൂപ്പർക്ക് വഴിയിൽ പിന്നെ മലമൂത്ര വിസർജനം ചെയ്യലായിരുന്നു പണി. മൂപ്പര ഭാര്യക്ക് മലമൂത്ര വിസർജനങ്ങളൊക്കെ ഏറ്റിക്കൊണ്ടുവന്ന് വഴിയിലിടലായിരുന്നു പണി. അപ്പോ ഓലിക്കൊരു ആയത്തിറക്കി. എന്താ ഈ പൊട്ടന്റെ വാപ്പാന്നോ അങ്ങനെ ഒരാളുണ്ടായിരുന്നു. ഇവര് വ്യക്തിയെ ഇവർ പ്രതിഷ്ഠിക്കുകയാണ്. സത്യത്തിൽ അബൂലഹബ് എന്ന് പറയുന്നത് ഒരു പ്രതീകമായി പറയുന്നതാണ്. സമൂഹത്തിൽ കലാപങ്ങളോ ചിത്രങ്ങളോ അക്രമങ്ങളോ പ്രവർത്തിക്കുന്ന മനുഷ്യരെ കൂടെ ഒരു പ്രതീകമായിട്ട് പറഞ്ഞതാണ്, അല്ലാതെ ഒരു വ്യക്തിയല്ലാതെ. കാലാകാലങ്ങളിൽ ഏത് പ്രദേശത്തും സമൂഹത്തില് തീജ്വാലയും ലഹബ്, മനുഷ്യർക്കിടയിൽ അക്രമവും അനീതിയും ചൂഷണവും നടത്താൻ ഏത് കാലഘട്ടത്തിലും ഏത് സമൂഹത്തിലുണ്ടാവുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഖുർആൻ ഒരു പ്രതീകമായി ഒരു കാര്യം പറഞ്ഞു എന്നുള്ളൂ. അല്ലാതെ അങ്ങനെ അപ്പൊ കഥ ഉണ്ടാക്കുക. അബൂലഹബ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. മൂപ്പര് ഭയങ്കര പണക്കാരനായിരുന്നു. ഭാര്യക്ക് മുള്ളേറ്റിങ്ങാണ്ട് വരലായിരുന്നു. കഴുത്തിൽ ഒരു കയറുണ്ടായിരുന്നു. ഇങ്ങനെ കഥ മെനയാം. അക്രമികളും ചൂഷകരും വഞ്ചകരുമായ ആളുകൾ, ആ ആളുകൾക്ക് മനുഷ്യർക്ക് സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും ബോധം വന്നപ്പോൾ അവർക്ക് നീതി എന്തെന്ന് മനസ്സിലായി, അവർക്ക് സത്യമെന്തെന്ന് മനസ്സിലായി, ചൂഷണം എന്തെന്ന് മനസ്സിലായി, മനുഷ്യരുടെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റം എന്താണെന്ന് ആ സമൂഹത്തിന് ഈ ഖുർആനിന്റെ അവതരണത്തിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇത്തരം ചൂഷകരും വഞ്ചകരും അക്രമികളുമായ ആളുകളുടെ സ്വാധീനവും പിന്തുണയും അവർക്ക് സമൂഹത്തിൽ നഷ്ടപ്പെട്ടു. അതാണ് അബൂലഹബിന്റെ ഏത് നശിക്കട്ടെ. അല്ലാതെ മൂപ്പർക്ക് രണ്ട് കൈ നല്ല ബലവത്തായ കൈ ഉണ്ടായിരുന്നു. അതിന് വാദം പിടിച്ചു. ആ വാദം പിടിച്ച് തളർന്നു. ഇങ്ങോട്ട് കഥ ഉണ്ടാക്കുക. അപ്പൊ എതെന്ന് പറഞ്ഞതാണ്, അവർക്ക് സമൂഹത്തിൽ ചൂഷകരും വഞ്ചകരും അക്രമികളുമായ ആളുകൾ, അവർക്ക് ഈ സത്യത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യം വന്നു. നീതി എന്താണെന്നും മനുഷ്യരുടെ അവകാശങ്ങൾ എന്താണെന്നും അവർ ചൂഷണം ചെയ്യപ്പെടുന്നത് ഏത് രംഗങ്ങളിലൊക്കെയാണ് ഞങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നത് എന്നും ഇതിനെക്കുറിച്ചൊക്കെയുള്ള ബോധം ആ സമൂഹത്തിന് ഈ ഖുർആനിന്റെ അവതരണത്തിലൂടെ ജനങ്ങൾക്ക് ബോധ്യം വന്നപ്പോൾ ഇത്തരം ആളുകളുടെ അബൂലഹബുമാരുടെ പിന്തുണയും അവർക്കുള്ള അധികാരവും സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു, നശിച്ചുപോയി എന്ന് ഈ പറഞ്ഞതിനെ രണ്ട് കൈയാക്കി മാറ്റി. ഇങ്ങനെ പ്രതീകമായിട്ട് ഖുർആൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവരെന്തായി, അതൊക്കെ മെറ്റീരിയലായിട്ടോ ഒരു പ്രാദേശികമായിട്ടോ ചില വ്യക്തികളിലേക്കോ ഈ വചനങ്ങളെ ഇവർ ചേർത്ത് പറഞ്ഞു. അതാ ഖുർആനും ദീനും മതവും തമ്മിലുള്ള വ്യത്യാസം ഞാനൊരു സ്ഥലത്ത് പറഞ്ഞു. അതിനിവിടെ ആവർത്തിക്കുന്നില്ല. ഞാൻ എവിടെ പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. അതിൽ ഒരു പോയിന്റ് മാത്രം ഞാൻ പറയാം. ദീൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ദീൻ അതാ ചെയ്യുന്നത്. പക്ഷെ മതം എന്ന് പറയുന്നത് വ്യക്തികളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വ്യക്തികളല്ല ഇതിലെ പ്രശ്നം. അതാണ് ദീനും മതവും അടിസ്ഥാനപരമായ ഒരു വ്യത്യാസം. മനുഷ്യന്റെ ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ്, ആ ജീവിതത്തിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ആ പ്രശ്നങ്ങൾക്ക് എന്തൊക്കെയാണ് പരിഹാരങ്ങൾ, ഇത് ഇങ്ങനെ ജീവിതഗന്ധിയായ ആശയങ്ങളാണ് ഖുർആനിന് പറയാനുള്ളത്. എന്നാൽ മതങ്ങൾ എന്താ ചെയ്യുന്നത്? മതവും ദീനും ഞാൻ രണ്ടായിട്ടാണ് പറയുന്നത്. ഇസ്ലാം മതമല്ല, ഇസ്ലാം ഒരു ദീനാണ് എന്ന് പറഞ്ഞാൽ ഖുർആൻ ഒരു പ്രത്യയശാസ്ത്രമാണ് മുന്നോട്ട് വെക്കുന്നത്, ഒരു ഐഡിയോളജിയാണ് ലോകത്തിന്റെ മുമ്പിൽ വെക്കുന്നത്. ഇത് വ്യക്തികളിലല്ല കേന്ദ്രീകരിക്കുന്നത്, വ്യക്തികളെയല്ല ഇത് ഉദ്ദേശിക്കുന്നത്, മറിച്ച് മനുഷ്യന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്കാണ് ഖുർആൻ വിരൽ ചൂണ്ടുന്നത്. ഇതാണ് ഈ ഖുർആനിന്റെ പ്രത്യേകതയായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മൾ തയമ്മം എന്നുള്ള കാര്യം സൂചിപ്പിച്ചപ്പോൾ അവിടെ നിങ്ങോട്ട് പോകുന്നതാണ് വിഷയം. അപ്പോ അവിടെ സത്യത്തിൽ ഒരു പ്രായോഗികമായ കാര്യമാണ്, പ്രായോഗികതയാണ്. എല്ലാ മനുഷ്യനെയും അംഗീകരിക്കുന്ന അതിന്റെ ആകത്തുക മാത്രം ഞാൻ പറയാം. ആ വചനത്തിൽ പ്രായോഗികമായ ഒരു വശമാണ് ഖുർആന് പറയാനുള്ളത്. പ്രായോഗികത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വേദത്തെക്കുറിച്ച് വ്യക്തമായ ജ്ഞാനമില്ലാതെ ജനങ്ങളോട് ഇത് പറയാൻ നിൽക്കരുത്. 4:43 തുടക്കം, സുക്കാറ. വ്യക്തമായ അവബോധം നിങ്ങൾക്ക് വേദത്തെക്കുറിച്ച് ഇല്ലാതെ നിങ്ങൾ ജനങ്ങളോട് അത് പിന്തുടർന്ന് ജീവിക്കാൻ നിങ്ങൾ പറയരുത്. അതാണ് സലാത്ത്. പക്ഷേ ഇത് എല്ലാവർക്കും ഈ കിതാബോധി മനസ്സിലാക്കാൻ പറ്റൂല. അത് ഞാൻ പറഞ്ഞു. സുപ്രീം കോടതി ജഡ്ജി കിട്ടിയ ലഭ്യമായ എല്ലാ തെളിവുകളും അയാൾ ശേഖരിച്ച് നീതിപൂർവം സത്യസന്ധമായി ഒരു തീർപ്പ് പറഞ്ഞു. ഉദാഹരണം പറയാം, തീർപ്പ് പറഞ്ഞു. ആ തീർപ്പ് നമുക്ക് പറയാൻ പറ്റും, ഇത് കിതാബ് ഓതിയിട്ടില്ല, ഇത് പല്ല് തെറിച്ച് പോയിട്ട് ഫാലൂന്ന് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് അന്റെ വിധി എടുക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. അതാണ് സ്വന്തം മാർഗത്തിൽ നിന്ന് തന്നെ, സ്വന്തം വഴിയിൽ നിന്ന് തന്നെ
സ്വന്തമായി തന്നെ അദ്ദേഹം ദൈവികമായ ചില തത്വസംഹിതകളെക്കുറിച്ച് ഇബുറത്ത് നേടിയിട്ടുണ്ടെങ്കിൽ അതാണ് ഇല്ല ആബിരി സെബി എന്ന് പറയുന്നത്. അല്ലാതെ പള്ളിയിൽ കൂടി നടന്നു പോകലല്ല. ഇവർ പറയുന്ന പള്ളിയിൽ കൂടി നടന്നു പോകുന്നതിന് കുഴപ്പമില്ല, പള്ളിയിൽ കൂടി നടന്നു പോകുന്നതിന് കുഴപ്പമില്ല എന്നുള്ള. വൈകുന്തും ജുനുബൻ, നിങ്ങൾ ഈ ആശയത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണെങ്കിൽ ഫത്തഹറു, നിങ്ങൾ ക്ലീൻ ആകണം. ഇതിലെ ഞാൻ പറഞ്ഞല്ലോ, ഇതിലെ ശുദ്ധിയൊക്കെ അതിന് ചുരുക്കി പറയാം, ബാക്കി നിങ്ങൾക്ക് വിശദമായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കിട്ടും. ശുദ്ധി എന്ന് പറയുന്നതൊക്കെ ഇതിലെ ആത്മീയമായ ശുദ്ധിയാണ്, നമ്മുടെ ശാരീരികമായ ശുദ്ധിയല്ല. ഇതൊരു ദർശനാണ് പറയുന്നത്, ഒരു ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇത് മനസ്സിന്റെ പരിശുദ്ധിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ മനസ്സിനെ നിങ്ങൾ പരിശുദ്ധമാക്കണം. ജുനുബെന്ന് പറഞ്ഞാൽ ഇവരെന്താ എഴുതിക്കണം? വലിയ ശുദ്ധി. ഞാൻ പറഞ്ഞല്ലോ, ജനത എന്ന് പറയുന്ന വാക്കിന് വലിയ ശുദ്ധി എന്ന് അർത്ഥമല്ല. ഇവിടെ പാരമ്പര്യമായ അർത്ഥം ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിൽ ഇതിലെഴുതിക്കണമെന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടിലുള്ള 2-3 പരിഭാഷ നോക്കി അതിലെഴുതിക്കണം. അവർ അടിയിൽ നമ്പർ ഇട്ട് എഴുതിക്കണം. ജുനുബൻ എന്ന് പറഞ്ഞാൽ ഒരു വശത്ത്, ഒരു ഭാഗത്ത്, ഒരു സൈഡില് എന്നൊക്കെയാണ് അർത്ഥം. പക്ഷെ കർമ്മശാസ്ത്രപരമായി സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ അശുദ്ധിയാവുന്നതിനാണ് ജുനുബൻ എന്ന് പറയുക എന്നാണ് ഇവരെഴുതിക്കുന്നത്. പക്ഷെ ഖുർആനിൽ എവിടെയെങ്കിലും അങ്ങനെ അർത്ഥമുണ്ടോ? ഖുർആനിൽ എവിടെയും അങ്ങനെ അർത്ഥമല്ല. ഇതിന് നിങ്ങൾക്ക് പരിശോധിക്കാം, ഞാൻ പറയണ്ട. ഖുർആനിൽ ജുനുബ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, ജനബ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, തജന്നബ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, ഇജ്തനിബു എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ ഖുർആനിൽ ഉപയോഗിച്ച ഒരു സ്ഥലത്തും ഒരു സൈഡിലേക്ക്, ഒരു ഓരത്തേക്ക്, ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുക എന്നല്ലാതെ സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ വലിയ അശുദ്ധിയായി തീരുക എന്ന അർത്ഥത്തിന് ഖുർആനിലില്ല. പാരമ്പര്യ പരിഭാഷയിൽ ഒന്ന് വേണമെങ്കിൽ ഞാൻ പറയാം, ഇതൊക്കെ എനിക്ക് ഓർമ്മല്ല. ഒന്ന് പോയ കുട്ടിമുട്ടിലേറ്റ പരിഭാഷ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ 443 അടിയിൽ 118 എന്ന ചെറിയ നമ്പർ ഇട്ടിട്ട് അയാൾ ചോട്ടിൽ എഴുതിയിട്ടുണ്ട്. ജനബ എന്ന വാക്കിന് അകന്നു നിൽക്കുക, ഒരു വശത്ത്, ഒരു ഭാഗത്ത് എന്നൊക്കെയാണ് അർത്ഥം. പക്ഷേ കർമ്മശാസ്ത്രപരമായി സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ വലിയ അശുദ്ധിയാവുക എന്നതാണ് ഇതിന്റെ അർത്ഥം. കർമ്മശാസ്ത്രത്തിൽ, അള്ളാന്റെ കിതാബിലല്ല എന്നർത്ഥം. അപ്പൊ നിങ്ങൾ തന്നെ ഈ ആശയത്തിൽ നിന്ന്, ദൈവികമായ ആശയത്തിൽ നിന്ന് നിങ്ങൾ തന്നെ അകലത്തിലാണെങ്കിൽ ഫത്തഹറു, നിങ്ങൾ പരിശുദ്ധരാകണം, നിങ്ങൾ പരിശുദ്ധരാകണം. പക്ഷെ എല്ലാവർക്കും ഈ കിതാബോധി പരിശുദ്ധരാകാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു, അതിനാ ഞാൻ പറഞ്ഞ സുപ്രീം കോടതി ജഡ്ജി നീതിപൂർവം ഒരു വിഷയത്തിൽ സത്യസന്ധമായി നീതിപൂർവം അയാൾ ഒരു പാർഷ്വാലിറ്റി ഇല്ലാതെ നീതിയെക്കുറിച്ച് അയാൾക്ക് വ്യക്തമായ ഒരു അവബോധം അയാൾ പഠിച്ച ഗ്രന്ഥങ്ങളിൽ നിന്നും അയാൾ നേടിയ വിജ്ഞാനങ്ങളിൽ നിന്നും ആർജിച്ച് നീതിപൂർവം ഒരു തീർപ്പ് കൽപ്പിച്ചാൽ പറ്റൂല, നീ പള്ളികൾക്ക് പോയിട്ട് കിതാബ് ഓതിയിട്ട് എൻ്റെ നീതി എടുക്കുള്ളൂ എന്ന് പറയാൻ പറ്റൂല. അയാൾക്ക് പറയാം, അയാൾക്ക് വേണമെങ്കിൽ നീതിയെക്കുറിച്ച് അയാൾ നേടിയ വിജ്ഞാനം അനുസരിച്ച് പറയാനാ. അത് ഞാൻ എവിടെയോ എഴുതി. മദർ തെരേസ മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ, ദുരിതം അനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന, അവശത അനുഭവിക്കുന്ന ആളുകളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി രാവും പകലും നടന്ന് സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത ഒരു സ്ത്രീ, അവരെന്തോ ആകട്ടെ, അവരെ ഈ സഹജീവികളോട് തന്റെ ദുരിതം അനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ നീ ഏതെങ്കിലും അറബി കോളേജിൽ പോയിട്ട് പാഴലൊന്ന് ഓതിപ്പടിച്ചിട്ട് വന്നാലേ അന്റെ ഈ കർമ്മം എടുക്കുള്ളൂ, അത് സ്വീകരിക്കുള്ളൂ എന്ന് പറയാൻ പറ്റുമെന്നാ. അതാണ്. അപ്പൊ അത്തരം ആളുകൾ ദൈവികമായ നന്മകളെക്കുറിച്ച്, ദൈവികമായ തത്വസംഹിതകളെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ധർമ്മത്തെക്കുറിച്ച് അവർക്ക് പറയാൻ വേണമെങ്കിൽ അവകാശമുണ്ട്. ആ നിലക്ക് പ്രാവീണ്യം നേടിയ ആളുകളെ, അതാണ് ഇല്ല ആബിരി സബീൽ, അതാണ് ഇബുറത്ത്. നീ നോക്കാം, അപറ എഴുപുറു എഴുത്തപറ എന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും വഴി കൂടി നടന്നു പോകുക എന്ന് അർത്ഥമുണ്ടോ ഖുർആനിൽ? ഇല്ല, എവിടെ അർത്ഥമല്ല. പിന്നെ എന്തുകൊണ്ട് ഇവിടെ മാത്രം ഒരു അർത്ഥം മാറ്റി? അതിന്റെ റൂട്ട് അക്ഷരങ്ങൾ ഐന് ബാ റാ എന്നാണ്. ഐന് ബാ റാ, അബറ എന്നാണ്. അബറ എന്ന് പറഞ്ഞാൽ ഗുണപാഠം, പ്രാവീണ്യം നേടുക, യോഗ്യത നേടുക, പാഠം ഉൾക്കൊള്ളുക എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. യൂസുഫ് നബി പറയുന്നുണ്ട്, യാ യുഹൽ മലവു, ഏ പ്രമാണിമാരെ, അബ്ദൂനി ഫിറുയായ, എന്റെ ഈ ചിന്തയെക്കുറിച്ച് നിങ്ങളുടെ ഒരു വിധി പറഞ്ഞു തരൂ. ഇൻകുന്തും റുയാത്തഅബുറുൻ, നിങ്ങൾക്ക് മനുഷ്യന്റെ വീക്ഷണങ്ങളെക്കുറിച്ചും ചിന്തകളെക്കുറിച്ചും വിഷനെക്കുറിച്ചും നിങ്ങൾക്ക് പറയാനുള്ള യോഗ്യതയും കഴിവും നേടിയവരാണെങ്കിൽ, അവിടെ തഅബുറു എന്ന് പറഞ്ഞു, അബറ യഅബുറു എന്ന് പറഞ്ഞു, ഫഅതബിറു യാ ഉലിൽ അബ്സാർ എന്ന് പറഞ്ഞു. ഈ ചിന്തയും ഉൾക്കാഴ്ചയുമുള്ള മനുഷ്യരെ നിങ്ങൾ യോഗ്യത നേടൂ, വൈജ്ഞാനികമായി
നിങ്ങൾ ഇതിൽ നിന്നുള്ളൊക്കെ ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനുള്ള കഴിവും യോഗ്യതയും നിങ്ങൾ ഫഅ്തബിറു, നിങ്ങൾ സ്വയം ആർജിക്കുക എന്ന് പറഞ്ഞു. അബറനെ ഇസ്തഅല എന്നുള്ള ഇതിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഏത്തബറ എന്ന് പറഞ്ഞു. അതിന്റെ കൽപ്പനക്രിയയാണ് ഏത്തബിറു, നിങ്ങൾ യോഗ്യത നേടുക, നിങ്ങൾ കഴിവ് നേടുക, നിങ്ങൾ ജ്ഞാനം നേടുക എന്ന് പറഞ്ഞത്. എവിടെ ഈ അബറ എന്നുള്ള പദത്തിന് വഴി മുറിച്ച് കിടക്കുകയാണ്? എവിടെ അർത്ഥം? ഖുർആനിൽ എവിടെ അർത്ഥം എന്നാ ഞാൻ ചോദിക്കണം. ഭാഷയിൽ എവിടെയെങ്കിലും ഇനി അർത്ഥമില്ലാന്നൊന്നും ഞാൻ പറയണില്ല. ഭാഷയിൽ ഡിക്ഷണറിയിൽ അർത്ഥമില്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് ഞാൻ നിങ്ങളോട് ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. ഡിക്ഷണറിയിൽ ഉണ്ടാവും, പക്ഷെ ഖുർആനിൽ ഉണ്ടോന്നാ? ഖുർആനിൽ അങ്ങനെ അർത്ഥം ഉണ്ടോന്നാ? ഡിക്ഷണറിയിൽ പല അർത്ഥം ഉണ്ടാവും. അത് ഞാൻ നിങ്ങളോട് മുമ്പൊരിക്കൽ സൂചിപ്പിച്ചപ്പോൾ സെബീൽ എന്ന് പറഞ്ഞ വഴിന്ന് ഡിക്ഷണറിയിൽ അർത്ഥം ഉണ്ടാവും. പക്ഷേ ഖുർആനിൽ പറയുന്ന സെബീൽ ഏതാ? ദൈവികമായ വഴിയാണ്, ആശയപരമായ വഴിയാണത്. ദൈവത്തിൻ്റെയോ അല്ലാത്തതോ ആയ ആശയപരമായ വഴിയാണ്. അല്ലാതെ നമ്മൾ കോഴിക്കോടങ്ങാടി കൂടി നടന്നു പോണ ആ വഴിയല്ല. ഇത് ഞാൻ പറയുന്ന ആശയ തലത്തിലാ ഖുർആൻ വായിക്കേണ്ടത്. അത് ഞാൻ സവിസ്തരം 1-2 ഖുതുബകൾ എവിടെ പറഞ്ഞിട്ടുണ്ട്. ആശയ തലത്തിലാണ് നിങ്ങളിത് വായിക്കേണ്ടത്. എവിടെ സബീൽ എന്ന് പറഞ്ഞാൽ ഈ വഴി എന്നർത്ഥം, നമ്മൾ നടന്നു പോണ വഴി എന്നർത്ഥം. ഇബ്നു സബീൽ എന്ന് പറഞ്ഞാലും ആബിരി സബീൽ എന്ന് പറഞ്ഞാലും വയസുദ്ദൂന അൻ സബീലില്ലാഹി എന്ന് പറഞ്ഞാലും അൻ സബീലിഹി എന്ന് പറയുന്നതൊക്കെ ആശയപരമായ വഴിയാണ്. ആ വഴിയിൽ നിന്നാണ് ആളുകളെ തടയുന്നത്. അല്ലാതെ പാലക്കാട്ടേക്ക് പോണതോ കോഴിക്കോട്ടേക്ക് പോണതോ കണ്ണൂർക്ക് പോണതോ തടഞ്ഞു നിർത്തല്ല, മറിച്ച് ദൈവികമായ വഴിയിൽ നിന്നാണ് തടയുന്നത്. ആ വഴിയിലാണ് ഇവൻ പ്രാവീണ്യം നേടുന്നതും യോഗ്യത നേടുന്നതും. ആ വഴിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അതിൻ്റെ പുനരുദ്ധാരണത്തിനും അതിൻ്റെ പരിഷ്കരണത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇബ്നു സബീൽ എന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഇബ്നു സബീൽ. അല്ലാതെ വഴി കൂടി നടന്നു പോണ കുട്ടികളല്ല. അല്ല, വഴി കൂടി നടന്നു പോകുന്ന കുട്ടികൾക്കല്ല ഇബ്നു സബീൽ എന്ന് പറയുക. മറിച്ച് ദൈവികമായ വഴിയെ അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി, അതിൻ്റെ പരിഷ്കരണത്തിന് വേണ്ടി, അതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി, ഒരു സമൂഹത്തെ ഈ വഴിയിലൂടെ പരിഷ്കരിച്ചെടുക്കുന്നതിന് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന ചങ്കൂറ്റമുള്ള ആളുകളാണ് ഇബ്നു സബീൽ എന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഇബ്നു സബീൽ. അപ്പോൾ അസബീൽ എന്ന് പറഞ്ഞാൽ എവിടെ? ഇതിൽ ഈ നമ്മൾ നടന്നു പോണ വഴി എന്നർത്ഥം. അപ്പോൾ ഖുർആനിനെ നമ്മൾ ആ തലത്തിൽ തന്നെ വായിച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് മനുഷ്യരെ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്. എല്ലാവർക്കും ഈ കിതാബ് ഓതി കിട്ടണമെന്നില്ല. എന്നാൽ ദൈവികത ചില വ്യക്തികളിൽ അവൻ നേടിയ വിജ്ഞാനത്തിൽ നിന്ന് തന്നെ ദൈവികത ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ദൈവികത എന്ന് പറഞ്ഞാൽ സത്യത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ധർമ്മത്തെക്കുറിച്ച്, ശരിയെക്കുറിച്ച്, തന്റെ സഹജീവികളോടുള്ള കാരുണ്യം, അതാണ് മൗലിക തത്വങ്ങൾ. ഇത് ആചാരങ്ങളാണ് മതം എന്ന് കാണുമ്പോഴാണ് അത് മനസ്സിലാണെങ്കിൽ കിതാബിനെ ഓതണ്ടേന്ന് അറിയുന്നത്. ആചാരങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഈ ദീ മനസ്സിലാകണമെങ്കിൽ കിതാബ് ഓതണ്ടേന്ന് പറയുന്നത്. ആചാരങ്ങളിൽ നിന്നും മാറി ഖുർആൻ മൂല്യങ്ങളിലേക്ക്, മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന അടിസ്ഥാന തത്വസംഹിതകളാണ് മതം എന്നും ദീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന ആ തരത്തിലേക്ക് വന്നു നോക്കാനേ. അപ്പോൾ അവിടെ വന്നപ്പോൾ പറഞ്ഞു എങ്ങനെ ഈ മനുഷ്യരെ ഒന്നിപ്പിക്കാൻ കഴിയും? എങ്ങനെ മതമായി നിൽക്കുന്നിടത്തോളം കാലം ലോകത്തെ ഒന്നിപ്പിക്കാൻ കഴിയില്ല. എങ്ങനെ ഒന്നിപ്പിക്കാൻ കഴിയാം? സുന്നിയുടെ ആചാരമല്ല മുജാഹിദിന്റെ ആചാരമല്ല ജമാഅത്തിന്റെ ആചാരമല്ല ഖാദിയാനിക്ക്, മുസ്ലിമിന്റെ ആചാരമല്ല ഹിന്ദുവിന്റെ ആചാരമല്ല ക്രിസ്ത്യാനിയുടെ ആചാരമല്ല ജൂതന്, അമേരിക്കക്കാരന്റെ ആചാരാനുഷ്ഠാനമല്ല ഇന്ത്യക്കാരന്റെ ആചാരാനുഷ്ഠാനമല്ല സൗദിക്ക്. എങ്ങനെ ഈ ലോകത്തെ ഒന്നിപ്പിക്കുന്ന പറയുന്നത്? ഒരിക്കലും ഒന്നിക്കൂല. ആചാരാനുഷ്ഠാനങ്ങളുടെ മതം കൊണ്ട് ലോകം ഒന്നിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു സ്വപ്നം മാത്രമാണ്. ഒരിക്കലും ഒരു ലോകം പോയിട്ട് ഒരു വീട് ഒന്നിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ഖുർആൻ പറയുന്ന അടിസ്ഥാനപരമായ മൂല്യങ്ങളിലേക്ക് വന്നാലല്ലാതെ ലോകത്തെ ഒന്നിപ്പിക്കാൻ കഴിയില്ല. സത്യത്തെക്കുറിച്ച് നീതി എന്നുള്ളത് ആദം നബിയുടെ കാലത്ത് നീതിയും ഇന്നത്തെ നീതിയും അവസാന കാലഘട്ടത്തിൽ വരുന്ന മനുഷ്യന്റെ നീതിക്ക് ഒരൊറ്റ മുഖമേ ഉള്ളൂ. അതിന് വൈവിധ്യങ്ങളില്ല. പിന്നെ അതിന് വൈവിധ്യങ്ങൾ വരണമെങ്കിൽ അവിടെ അനീതി നീതിയായിട്ട് അവതരിപ്പിക്കേണ്ടി വരും. അല്ലാതെ നീതിക്ക് 2 മുഖം കാണാൻ സാധ്യമല്ല. ഒരു അനീതിയെ തനിക്ക് വേണ്ടി നീതിയായിട്ട് അവതരിപ്പിക്കലല്ലാതെ നീതിക്ക് 2 മുഖമില്ല. ശരിക്ക് സത്യത്തെക്കുറിച്ച് പരമമായ സത്യം, അതാണ് പറഞ്ഞു. മതത്തിൽ സത്യങ്ങൾ ഒരുപാടുണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ദീനിൽ ഒറ്റ സത്യമേ ഉള്ളൂ. അത് ദൈവികമായ ഏക സത്യം. അതിന് ഒറ്റ സത്യമേ ഉള്ളൂ. അതാണ് അൽ ഹഖ്. പരമമായ ഒരു സത്യമേ ദീനിലുണ്ടാവൂ. പക്ഷേ മതത്തിൽ ഒരുപാട് സത്യങ്ങളുണ്ടാവും, അതുപോലെ തെറ്റുകളും ഉണ്ടാവും. അതാണ് മതത്തിന്റെ. അതിന് കാരണം ഇമാമുകളുടെ മതം എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞ അഭിപ്രായം എന്നാണ്.
അഭിപ്രായം എന്നാണ് മതം എന്ന് പറഞ്ഞാൽ തന്നെ. അപ്പൊ ഇമാമുകളുടെ അഭിപ്രായം, പ്രവാചകന്റേതെന്ന ആരോപിക്കപ്പെട്ട അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ ഓരോ വ്യക്തികളുടെ അഭിപ്രായങ്ങൾ, അതിൽ ശരികൾ കുറെ ഉണ്ടാകാം, അത് ആപേക്ഷികവുമാണ്. പക്ഷേ ഖുർആനിൽ ശരി ഒന്നേ ഉള്ളൂ, അത് ആപേക്ഷികതകൾക്ക് അപ്പുറത്താണ്. ആപേക്ഷികതയില്ല അതിന് മക്കത്തൊരു ശരി, മദീനത്തൊരു ശരി, ഇന്ത്യയിലൊരു ശരി, 6-ാം നൂറ്റാണ്ടിലൊരു ശരി, 7-ാം നൂറ്റാണ്ടിൽ മറ്റൊരു ശരി, 18-ാം നൂറ്റാണ്ടാവുമ്പോൾ ആ ശരി, ഇങ്ങനെ ആപേക്ഷികതകൾക്ക് അപ്പുറത്താണ് ഖുർആനിന്റെ ശരി, ഖുർആനിന്റെ നീതി, ഖുർആനിന്റെ ധർമ്മം. അതാണ് ദൈവികമായ ധർമ്മവും നീതിയും. ഇത് കുറച്ച് താത്വികമായി പോയോ എന്ന് സംശയിക്കാണ്. അപ്പൊ ഇനി താഴെ ഇറങ്ങി വരാം, ലേശം മുകളിൽ പോയി. അപ്പൊ ഞാൻ പറയുന്നത് എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടാണ് ഖുർആൻ സംസാരിക്കുന്നതെന്നാണ്. അപ്പോൾ ഒരാൾക്ക് ഈ കിതാബ് ഓതിയിട്ടുണ്ടെങ്കിലും അവന് ശരിയെക്കുറിച്ച് ബോധമുണ്ടെങ്കിൽ, തൻ്റേതായ ഫീൽഡിൽ നിന്ന്, തൻ്റേതായ വഴിയിൽ നിന്ന് അവൻ ഇബ്രത്ത് നേടിയിട്ടുണ്ടെങ്കിൽ, അതാണ് ഇബ്രത്ത്. ഇന്നഫീ ദാലിക്കല്ല ഇബ്രത്തല്ലി ഉലിൽ അൽബാബ്. ജ്ഞാനമുള്ളവർക്ക്, അറിവുള്ളവർക്ക് അതിൽ നല്ല ദൃഷ്ടാന്തമുണ്ട്, ഗുണപാഠമുണ്ട് എന്ന് ഖുർആൻ പറയുന്നത്. അതാണ് സ്വന്തമായ ഫീൽഡിൽ അവനെയും മാറ്റി നിർത്തി. ഇനി നിങ്ങൾ തന്നെ ഇത് പഠിച്ചുകൊണ്ടിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ജീവിതത്തിൽ വരുന്ന വൈകല്യങ്ങൾ, അതാണ് മരീദും സഫറും ഔജാഅഹദും മിൻകും മിനൽ വായിദ്, നിങ്ങൾക്ക് തന്നെ അങ്ങനത്തെ ഒരു വൈകല്യങ്ങൾ വന്നു, പക്ഷെ നിങ്ങൾക്കിത് കിട്ടാനുമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ സ്വയം ആരെയും ചതിക്കാനോ വഞ്ചിക്കാനോ ചൂഷണം ചെയ്യാനോ മറ്റെന്റെ അവകാശങ്ങൾ കവർന്നെടുക്കാനോ ഒന്നുമല്ല. ഉന്നതമായ ഒരു തത്വസംഹിത, ഉന്നതമായ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെ ഓരോ ഡീലിങ്ങുകളിലും ഓരോ ഇടപെടലുകളിലും നിങ്ങൾ തന്നെ ഉദ്ദേശിക്കുക. അതാണ് തയമ്മമു സഈദൻ തയ്യിബൻ. നിങ്ങൾ തന്നെ ഉദ്ദേശിക്കുക. എന്താ നോക്കൂ, മാറ്റി നിർത്താൻ എല്ലാവർക്കും സാധ്യമായ വഴികളാ പറഞ്ഞു തരുന്നത്. ഇത് പറയണം, ഇത് വ്യക്തമായി ഇതറിയാതെ നിങ്ങൾ പറയരുത്. എന്നാൽ ഇതൊന്നും കിട്ടാത്ത ഒരാൾക്ക് ഇതിനെക്കുറിച്ച് ബോധമുണ്ടെങ്കിലോ അവന്റെ ഫീൽഡിൽ നിന്ന് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഇനി ഇത് നിങ്ങൾക്ക് കിട്ടി, പക്ഷെ ചില പ്രശ്നങ്ങൾക്കൊന്നും നിങ്ങൾക്ക് വേണ്ടത്ര ഇല്ല, മരിയിലാണ് നിങ്ങൾ സഫറിലാണ്, നിങ്ങൾ താഴെ ആശയരംഗത്ത് താഴെ തട്ടിൽ നിന്ന് ഇപ്പോൾ എത്തിയിട്ടുള്ള ഉന്നതമായ ഈ മൂല്യത്തെ ഉൾക്കൊള്ളാനുള്ള ഇതായിട്ടില്ല, അല്ലെങ്കിൽ വിശ്വാസപരമായ ദൗർബല്യങ്ങളെ അതിജീവിച്ചിട്ട് നേരിയ തോതിൽ നിങ്ങൾ അതിജീവിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വേണ്ടത്ര ജ്ഞാനം ഇതിനെക്കുറിച്ച് ലഭ്യമായിട്ടുമില്ല. അപ്പോൾ നീ എന്താ ചെയ്യുക? അവനുണ്ട് സൊല്യൂഷൻ, അവനുണ്ട് പരിഹാരം. എന്താ പരിഹാരം? നിങ്ങൾ തന്നെ ഒരു ഡീലിങ്, ഒരു ക്രിയ, ഒരു പ്രവൃത്തി നിങ്ങൾ തന്നെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉന്നതമായ ചിന്തയായിരിക്കണം. അതാണ് ഇപ്പൊ തയമ്മമു സഈദൻ ത്വയ്യിബൻ, അത്യുന്നതവും, അതാണ് സഈദ്, അത്യുന്നതിയിലുള്ളതും ത്വയ്യിബൻ പരിശുദ്ധവുമായ ഒന്നിനെ നിങ്ങൾ ലക്ഷ്യം വെക്കുക. ചതിക്കാനാകരുത്, വഞ്ചിക്കാനാകരുത്, ചൂഷണം ചെയ്യാനാകരുത്, ആക്രമിക്കാനാകരുത്. നിങ്ങളുടെ മനസ്സിലുള്ള ഉദ്ദേശം ഉന്നതമായിരിക്കണം. എന്നിട്ട് അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ കർമ്മങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും നിങ്ങൾ തുടച്ചു മിനുക്കി ശക്തി കൊടുക്കുക. അതാണ് വംസഹോ ബി വുജൂഹിക്കും വായിദിയക്കും. എവിടെ ഇവർക്ക് ഇവിടെ വരുമ്പോൾ മാത്രം ഈ മുഖാകണം. ഖുർആനിൽ ബാക്കി ഒരു സ്ഥലത്തും വുജൂഹ് എന്ന് പറഞ്ഞാൽ ഈ മുഖാനെന്ന് വരന്നെ പറയുന്നില്ല. ഫഅഖീമു വുജൂഹക്കും ഇൻദ കുല്ലി മസ്ജിദ് എന്ന് പറഞ്ഞാൽ അത് മുഖമല്ല. കാരണം എല്ലാ പള്ളി കാണും, ഇവരുടെ പള്ളി എന്നുള്ള അർത്ഥം എടുത്താൽ തന്നെ എല്ലാ പള്ളി കാണുമ്പോഴും അങ്ങോട്ട് തിരിഞ്ഞിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അവിടെ നമ്മുടെ വീക്ഷണങ്ങളും നമ്മുടെ ചിന്തയും തന്നെയാണ്, അവിടെ ശരിയാണ്. അപ്പൊ ഇനി വജ്ഹത്ത് വജ്ഹിയ അവിടെ മുഖമാണോ? അല്ല. കാരണം അള്ളാഹു എവിടേക്കാ തിരിക്കണു? അള്ള ഇന്നീ വജ്ഹത്ത് വജിഹിയല്ലതീ പത്ര സമാവാത്തി വല്ലല്ല, ആകാശഭൂമികളെ സൃഷ്ടിച്ച എന്റെ രക്ഷിതാവിലേക്ക് ഞാൻ എന്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു എന്നല്ല. രക്ഷിതാവ് എവിടെ തിരിക്കാൻ? ഇപ്പൊ ഞാൻ നിങ്ങളിലേക്ക് തിരിഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്റെ ബാക്കിലില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ സൃഷ്ടാവ് എവിടെ തിരിഞ്ഞു നിൽക്കാൻ? അപ്പൊ ഇവർ പറഞ്ഞു അവിടെ വജ്ഹല്ല, അവിടെ വീക്ഷണം തന്നെയാണ്. പിന്നെ എന്താണ്? വേറൊരായത്ത്, നിന്റെ മുഖത്തെ മതത്തിലേക്ക് ശരിയാക്കുക. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ഉദ്ദേശ ലക്ഷ്യങ്ങൾ വളരെ കറക്റ്റാക്കി ചൊവ്വാക്കിക്കൊണ്ട് ആ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ മുന്നേറുക. അത് നിങ്ങൾ ചെയ്തുകൊണ്ട് ഏത് കർമ്മവും അതിൽ നിന്ന് നിരാശ വരരുത്, കറക്റ്റാക്കുക. ഇത് ഞാൻ വിജയിക്കുന്നില്ല, ഉറച്ചത് ആ തീരുമാനവുമായി. അത് വളരെ വിശദീകരിക്കേണ്ട ഒരു ആയത്താണത്. എന്താണ്? വാഖീമു വുജൂഹക്കും ഇൻദ കുല്ലി മസ്ജിദെന്നും വാഖീം വജ്ഹക ലിദ്ദീൻ എന്നുള്ളതൊക്കെ വളരെ സവിസ്തരം ശാസ്ത്രീയമായി മനുഷ്യന്റെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് വളരെ വിശദീകരിക്കേണ്ട ഒരു ആയത്താണത്.
പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം കറക്റ്റാക്കിക്കൊണ്ട് ഒരു പ്രവർത്തനം, അതാണ് ലക്ഷ്യമാണ് അവിടെ വജഹ്. വജഹി റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ മുഖം മാത്രം ബാക്കിയാവും എന്ന് പറഞ്ഞാൽ കയ്യും കാലും മുഖവും, കയ്യും കാലും തലയും ഉടലും ബാക്കിയുള്ളതൊക്കെ നശിച്ചു പോകുന്നല്ല. ഇവിടെ ദൈവികമായ വീക്ഷണങ്ങളും ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും മാത്രമേ ഇവിടെ അവശേഷിക്കുന്ന. ഖുർആനിൽ എവിടെ വജഹിന്? വമിൻ ഹൈസു ഖറജത ഫവല്ലി വജഹക ശത്റൽ മസ്ജിദിൽ ഹറാം, നീ എവിടെ ഫൈനമാക്കുന്നത്, നിങ്ങൾ എവിടെയായിരുന്നാലും ഫവല്ലു വുജൂഹക്കും, നിങ്ങളുടെ മുഖം തിരിക്കണം ശത്രുഹു മസ്ജിദുൽ ഹറാമിന് നേർക്കുന്നാല് ദൈവികമായ വിധിവിലക്കുകൾക്ക് നേരെയായിരിക്കണം നിങ്ങളുടെ വീക്ഷണവും നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ ലക്ഷ്യവും എന്നാണ് ആ പറഞ്ഞത്. അല്ലാതെ എവിടെയാണെങ്കിലും മക്കത്തെ പള്ളിയിലേക്ക് തിരിയാനുള്ള ഈ ഫിസിക്കലി മുഖമല്ല. പക്ഷെ ഇവിടുത്തെ ഒന്നുവിൻ്റെ അവിടെ വരുമ്പോൾ അത് മുഖം തന്നെയാണ്. അത് വീക്ഷണമാകാൻ പറ്റൂല എന്നാ നമ്മളെ പുരോഹിതന്മാർ വാദിക്കണം. അത് പറ്റൂല. ബാക്കിയുള്ളടത്തൊക്കെ നിങ്ങൾ പറഞ്ഞത് ശരിയാ, പക്ഷെ ഇവിടെ അത് പറ്റൂല. ഏത് പറഞ്ഞിടത്തൊക്കെ നിങ്ങൾ പറഞ്ഞത് ശരിയാവും. നീ നിന്റെ കൈ പിരടിയിലേക്ക് കിട്ടരുതെന്ന പ്രവർത്തന രംഗത്ത് നിന്ന് നീ വിമുഖത കാണിക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ശരിയാണ്. നീ നിന്റെ കൈകൾ നാശത്തിലേക്ക് ഇടരുത് എന്നൊരായത്തുണ്ട്. അതിൻ്റെ അർത്ഥം വിനാശകരമായ, നിനക്കും നിന്റെ സമൂഹത്തിനും വിനാശകരമായ പ്രവർത്തികൾ നീ ചെയ്യരുത്. അത് ശരിയാണ്, അത് ശരിയാണ്. അല്ലാതെ കൈ അടുപ്പിക്കൊണ്ടേ ഇടരുതെന്നല്ല. അത് മനസ്സിലായി, അതൊക്കെ ശരിയാണ്. നിന്റെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി കരയിലും കടലിലും നാശങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുമെന്നാണ് കൈയല്ല. ശരിയാണ്, നിന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. അത് ശരി. അങ്ങനെ ഖുർആനിൽ ഓരോ ആയത്ത് ഓതി കൊടുത്താലും പറയും അവിടെയൊക്കെ നിങ്ങൾ പറഞ്ഞത് ശരിയാ, പക്ഷെ ഓതുവിൻ്റെ അവിടെ കൈ മുട്ടുവരെ കഴുകൽ തന്നെയാണ്. അത് വിട്ടു തരൂല ഞങ്ങൾ എന്നാണ്. ഓതുവിൻ്റെ അവിടേക്ക് എത്തിയാൽ മുട്ടുവരെ കഴുകണം. ഇബ്രാഹിമിനും ഇസ്ഹാക്കിനും യാക്കോബും ഉലിൽ ഐദി വൽ അബ്സാർ, അവർ കൈകളുള്ളവരും കണ്ണുള്ളവരുമായിരുന്നു എന്നല്ല. അത് സമൂഹത്തിൽ പ്രവർത്തന ശേഷിയും പ്രവർത്തന സ്വാധീനവും, സമൂഹത്തിനിടയിൽ നല്ല സ്വാധീനമുള്ള ആളുകളായിരുന്നു അവർ. ദന്തഗോപുരങ്ങളിൽ നിന്ന് ആശയങ്ങൾ അടിച്ചുവിട്ട ആളുകളായിരുന്നില്ല. സമൂഹത്തിൽ നല്ല സ്വാധീനവും പ്രവർത്തന പാഠവും പ്രവർത്തന ശേഷിയുമുള്ള ആളുകളായിരുന്നു. ജനസമൂഹത്തിൽ ഇറങ്ങി അവർ പ്രവർത്തിക്കുന്നവരായിരുന്നു. കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് അബ്സാർ, ഉൾക്കാഴ്ചയുള്ളവരായിരുന്നു അവർ എന്ന് പറഞ്ഞു. അത് ശരിയാണ്, അതൊക്കെ ശരിയാണ്, അത് എല്ലാം ശരിയാണ്. പക്ഷേ ും വായുരിയക്കും എന്ന് പറഞ്ഞത് അത് മുട്ടുവരെ കഴുകാൻ തന്നെയാണ്. അത് നിങ്ങളുടെ വീക്ഷണങ്ങളും ചിന്തകളും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും നിങ്ങൾ കഴുകി ക്ലീനാക്കണം. അത് സമൂഹത്തിന് ദോഷകരമാക്കാത്ത രൂപത്തിൽ അത് ശരിയാവില്ല എന്നാ പറയുന്നത്. അത് ശരിയാവില്ല. അവിടെ നമുക്ക് കൈ തന്നെ നമുക്ക് ഇതാണ്. ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ അവർ സമ്മതിക്കും. ബാക്കിയുള്ള യഥാനിന്ന് പറഞ്ഞതൊക്കെ അവർ സമ്മതിക്കും. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ അപ്പൊ കാണാൻ അവർ കൈയും കാലും പറക്കലാവരും. ഞാൻ പറഞ്ഞു ഈ ഫിസിക്കൽ ബോഡിയിൽ ഏതാ പറയണത് വിഷയം? ഞാൻ ഉദ്ദേശിച്ച വിഷയം പറഞ്ഞു പോയത് വേറെ വിഷയം. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഓടി വെച്ച ആയത്തിന്റെ ഉദ്ദേശം വേറെ. തൽപ്പാതാണോ, ഹൃദയതാണോ, ഐനാണോ, അബ്സാറാണോ, വജ്ഹതാണോ, യഥാണോ, രിജിലാണോ, ഏതാ ഈ ഫിസിക്കലി ശാരീരികമായ ബോഡിയെ ഉദ്ദേശിച്ച് ഖുർആൻ പറഞ്ഞ വാക്ക്? അയനാക്ക് അതാണോ, പെരടി അതാണോ? ഇവരവർക്ക് അതാ കണ്ടിരിക്കണം. ശ്രദ്ധലെന്ന് പറഞ്ഞാൽ അതന്നെ കണ്ടിരിക്കണത്. അലം നശ്വരക്കാന്നല്ല ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ കണ്ടു. ലോകത്താദ്യമായി ഓപ്പറേഷന്റെ തെളിവ് മുത്തുനബിനെ ഓപ്പറേഷൻ ചെയ്തു. അതാണ് ഹൃദയം വിശാലാക്കിയത്. ഹൃദയം വിശാലാക്കിയെന്നാണ് എല്ലാം ഉൾക്കൊള്ളാനും എല്ലാം. ചില ചിപ്പുകളിൽ, ചില ഈ കമ്പ്യൂട്ടർ ചിപ്പുകളിൽ കുറച്ചേ കൊള്ളുള്ളൂ. അത് ഹൃദയം കുടുസാക്കി എന്ന് അപ്പൊ ഖുർആനിലുണ്ട്. അപ്പോഴോ അപ്പൊ തുന്നിക്കെട്ടിയെന്നോ എന്തായി പറയുന്നത്? യുമീക്കു സദറഹൂന്നുണ്ട്, അവന്റെ ഹൃദയം കുടുസാവും. ഈ അള്ളാഹു ഒരാളെ ദൈവികമായ ദർശനം ഒരാൾ കണ്ടിട്ടില്ലെങ്കിൽ അവന്റെ ഹൃദയം കുടുസാവുന്ന തുന്നിക്കെട്ടുന്ന ഹൃദയം വിശാലാവുന്നതാണ്. ഈ കീറി മുറിച്ച് ഓപ്പറേഷൻ ചെയ്ത് മഞ്ഞുവെള്ളം കൊണ്ടും ഐസ് വെള്ളം കൊണ്ടും കഴുകി വൃത്തിയാക്കുന്നതാണെങ്കിൽ ഹൃദയം ഞാൻ പറഞ്ഞു ആകാശത്തിലേക്ക് പൊക്കി എന്ന് പറഞ്ഞാൽ മേലേക്ക് കൊണ്ടുവരാണെങ്കിൽ അഖലതയിലെ അർലിയുന്നുണ്ട്, ഭൂമിയിലേക്ക് താഴ്ത്താന്നും ഖുർആനിലുണ്ട്. അപ്പൊ ദൈവിക വചനങ്ങളെ നിഷേധിച്ചവർ മുഴുവൻ അഖലതയിലല്ലാതെ ഭൂമിയിലേക്ക് ആണ്ടുപോയി. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകളെ അള്ളാഹു പൊക്കുകയും ചെയ്തു. പിന്നെ നീ ഭൂമിയിൽ ആരല്ലെന്ന് വെച്ചു. നിഷേധിച്ചവരെ ഒക്കെ അഹകതയിലല്ല അർലി ഭൂമിയിലേക്ക് താഴ്ത്തി കളഞ്ഞു. യർഫഉല്ലാഹുല്ലദീന ആമനു വ അമിലു സാലിഹാത്തി, ഈമാനും അമലു സാലിഹാത്തുള്ള ആളുകൾ അള്ളാഹു യർഫഉ പൊക്കുകയും ചെയ്തു. അത് ഈ ഫിസിക്കലി ബോഡിയല്ല.
അള്ളാഹു പൊക്കുക എന്ന് പറഞ്ഞാൽ ദൈവികമായ മൂല്യങ്ങളിലേക്ക്, സത്യത്തിലേക്ക്, ശരിയിലേക്ക്, നീതിയിലേക്ക്, ധർമ്മത്തിലേക്ക് അവരെ പൊക്കുക എന്നാണ് എൻ്റെ അർത്ഥം. നിഷേധങ്ങളിൽ നിന്ന്, അഴുക്കുകളിൽ നിന്ന്, അസത്യത്തിൽ നിന്ന്, അനീതിയിൽ നിന്ന്, അക്രമത്തിൽ നിന്ന്, ചൂഷണത്തിൽ നിന്ന്, ക്രൂരതയിൽ നിന്ന് ദൈവികതയിലേക്ക് അവൻ്റെ സ്ഥാനമുയർത്തുക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ അവൻ്റെ ഫിസിക്കൽ ബോഡി അങ്ങനെ പൊക്കി എവിടേക്കായി കൊണ്ടുപോകണത്? അള്ള എവിടെ? ഇവരല്ലാഹു അങ്ങനെ ആകാശത്താണ്. അപ്പോഴാണ് ഈ എന്നിലേക്ക് പൊക്കിന്ന് പറഞ്ഞാൽ ആകാശത്തേക്ക് പോയി എന്നവർ തെറ്റിദ്ധരിക്കുന്നത്. അള്ളാഹ്ക്ക് അങ്ങനെ പ്രൈസ് ചെയ്യണമെന്ന് ശരിയല്ല. ഇപ്പൊ ദൈവസങ്കല്പം എന്ന് പറഞ്ഞാൽ വിചിത്രമായ ഏതോ ഒരു രൂപം എവിടെയോ ഇങ്ങനെ ഇരിക്കുക. അതാണ് വിചിത്രമായ എന്തോ ഒരു വസ്തു, എന്താണെന്ന് അറിയുന്നില്ല, എന്തോ ഒരു വസ്തു. മൂപ്പര് ഏഴാം ആകാശത്തിൽ ഇങ്ങനെ ഇരിക്കുക. നാലോളം മലക്കുകൾ ഇങ്ങനെ ഉണ്ട്. മൂപ്പർക്ക് സ്വന്തമായിട്ടൊന്നും അറിയില്ല. മലക്കുകളെ വിട്ടിട്ട് ഇപ്പോൾ സൈദലി അല്ലെങ്കിൽ അബൂബക്കർ അല്ലെങ്കിൽ മുഹമ്മദ് എന്താ ചെയ്യണേ പോയി നോക്കിയിട്ട് വാ. സ്വന്തമായി ഒരു മനുഷ്യന്റെ പ്രവൃത്തിയെക്കുറിച്ച് ഞാനല്ല, മലക്കുകൾ റിപ്പോർട്ട് കൊടുക്കണം. മലക്കുകൾ റിപ്പോർട്ട് കിട്ടി, എന്നാൽ ഞാൻ ഇപ്പോൾ വരാം, എന്നിട്ട് അതിൻ്റെ അടുത്ത വരി. ഇങ്ങനത്തെ വിചിത്രമായ ഒരു വസ്തുവിനെ കുറിച്ചുള്ള സങ്കല്പമാണ് ദൈവസങ്കല്പം എന്ന് പറയുന്നത്. ഇതല്ല ദൈവം എന്നുള്ളത് മനസ്സിലാക്കിയത്. ദൈവം ഇവന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് ഖുർആൻ പറയണത്. നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. ഞാൻ അവന്റെ ജീവനാദിയേക്കാൾ അവൻ അടുത്തുണ്ട്. അതാണ് ദൈവത്തെക്കുറിച്ച്. അത് ഈ വിചിത്രമായ ഒരു വസ്തു എവിടെ ഇരിക്കാണ് മൂപ്പര് പിന്നെ രാത്രിയുടെ ഏതോ യാമങ്ങളിൽ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുള്ള ഈ സങ്കല്പത്തെ, ദൈവസങ്കല്പമാണ് മനുഷ്യരെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ശരിയായി ദൈവത്തെക്കുറിച്ചുള്ള അവബോധം ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ തെറ്റ് ചെയ്യില്ലായിരുന്നു. ആ തെറ്റിന്റെ പ്രത്യാഘാതം ഞാൻ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നല്ല. അതാണ് ദൈവിക കൽപ്പനകളെ കുറിച്ച് അവബോധമുണ്ടാകാൻ ആ ദൈവത്തെക്കുറിച്ചുള്ള സ്മരണ എന്ന് പറയുന്നത്. സത്യത്തെക്കുറിച്ച് ശരിയായ അവബോധം നേടുക, പിന്നെ അതിൽ നിന്ന് അസത്യം ഉണ്ടാവില്ല. അനീതിയെക്കുറിച്ച് ശരിയായ ബോധം നേടുക, അറിവ് നേടുക, അവബോധം നേടുക. എന്താണ് അനീതി, എന്താണ് നീതി, ഇതിനെക്കുറിച്ച് വ്യക്തമായ ജ്ഞാനവും അവബോധവും ഒരു മനുഷ്യൻ നേടിക്കഴിഞ്ഞാൽ അതാണ് ദൈവബോധം, അതാണ് ദൈവസ്മരണ. അക്രമത്തെക്കുറിച്ചും ക്രമത്തെക്കുറിച്ചും അവൻ വ്യക്തമായ ബോധവും അവബോധവും അറിവും നേടി. ഇന്നത് ക്രമമാണ്, ഇന്നത് അക്രമമാണ്, ഇന്നത് നീതിയാണ്, ഇന്നത് അനീതിയാണ്, ഇന്നത് ശരിയാണ്, ഇന്നത് തെറ്റാണ്, ഇന്നത് നന്മയാണ്, ഇന്നത് തിന്മയാണ്. ഇങ്ങനെ വ്യക്തമായ അവബോധം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ നേടുകയും ഇതൊക്കെ അവന്റെ ജീവിതത്തിൽ ഉടനീളം അവൻ പാലിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നതാണ് അവനിൽ ദൈവസ്മരണ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ. അത് ഞാൻ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. അതാണ് ദൈവസ്മരണ എന്ന് പറയുന്നത്. അല്ലാതെ അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണ നല്ല വിചിത്രമായ എന്തോ ഒരു സാധനം. മൂപ്പര് ഏഴാം ആകാശത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. മലക്കുകൾ നാലുപുറം നിന്നിട്ട് ഇങ്ങനെ വീശി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് മൂപ്പർ ഇങ്ങനെ പറഞ്ഞയക്കണത്. മക്കത്ത് പിന്നെ അമേരിക്കയിൽ ഒബാമ ഇപ്പം എന്താ ചെയ്തിരിക്കണമെന്ന് പോയി നോക്കിയിട്ട് അവനെ എഴുതിയിട്ടിട്ട് അവൻ്റെ റെക്കോർഡൊക്കെ എഴുതിയിട്ട് രാത്രി പിന്നെ ഇതിൻ്റെ ഏതോ യാമത്തിൽ ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്നിട്ട്, മക്കളെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഒപ്പം ചോദിച്ചോളി, ഞാൻ അപ്പം തരാം. ആകാശം എന്ന് പറയുന്നത് തന്നെ ആപേക്ഷിക്കാണ് അല്ലേ? എനിക്കറിയില്ല, സയൻസ് പഠിക്കണ വല്ല കുട്ടികളുണ്ടെങ്കിൽ ഇതിലുണ്ടെങ്കിൽ അവർക്കറിയാം. ആകാശം എന്ന് പറയുന്നത് തന്നെ ആപേക്ഷിക്കാണ്. അമേരിക്കക്കാരുടെ ആകാശം നമ്മളെ താഴെയാണ്. എന്താണ് അമേരിക്കക്കാരൻ്റെ ആകാശം നമ്മളെ താഴെയാണ്. സൂര്യൻ അങ്ങനെ വന്നിട്ട് പിന്നെ അപ്പോ ആപേക്ഷിക്കാണ്. ആകാശം എന്ന് പറയുന്നത് തന്നെ ആപേക്ഷിക്കാണ്. ഇതിന് വ്യക്തമായ ഒന്നിനെ കുറിച്ച് വായിച്ചതോ പഠിച്ചതോ സൂക്ഷ്മമായി വിലയിരുത്തുകയോ ചെയ്യുന്ന ജ്ഞാനം നേടാതെ പിന്നെ എന്ത് പറയാം? ഈ അർത്ഥം പറഞ്ഞു. കുറച്ച് കെട്ടുകഥകളും കുറച്ച് ഉമ്മുമ്മ കഥകളും കുറച്ച് മുത്തശ്ശി കഥകളും. മൂരിക്ക് പുള്ളി പറ്റുമോ പറ്റൂലേ, പല്ല് കൊഴിയാൻ പറ്റുമോ പറ്റൂലേ, ഒതുയത്തിന്റെ മൂരിക്ക്. ഇതാണ് ഇൽമ, ഇതാണ് ഇൽമ. കുളിയുടെ ചേർത്തും പറഞ്ഞു അക്കരെ ഇതായി മോനാണ് ആലിം. ഇവനെ ആലിം. ജ്ഞാനം നേടുക, വിജ്ഞാനം നേടുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. ലോകത്തുള്ള ഏത് പ്രശ്നം, ഒരു പ്രായോഗികമായ ഒരു പ്രശ്നങ്ങളിൽ അവന്റെ മുന്നിൽ വരുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിക്കാൻ പോലും ഈ ഉസ്താദുമാർക്ക് കഴിയില്ല. ഈ ഉസ്താദുമാർക്ക് ആകെ കഴിയാം ഒതുയത്തിന്റെ മൂരിനെ വയസ്സ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അത് എത്ര പുള്ളി പാടില്ല എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. പുള്ളിയുടെ ചെറുത്ത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒളുവിന്റെ ചെറുത്ത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒളു മുറിയുടെ കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ അറിയും. പക്ഷേ മുന്നിൽ വരുന്ന മനുഷ്യന്റെ ജീവിതഗന്ധിയായ പ്രശ്നങ്ങൾക്ക് അവൻ തന്നെ ഉപയോഗിക്കുന്ന നിസ്സാരമായ ഒരു ഉപകരണത്തിന്റെ കൂട്ടെന്തൊക്കെയാണെന്ന് ഇപ്പം പഠിച്ചിട്ടില്ല. അതിന്റെ വിഷയമല്ല.
അതൊക്കെ ജൂതന്മാരും ക്രിസ്ത്യാനികളും ചെയ്തോട്ടെ, അതൊന്നും എൻ്റെ വിഷയമല്ല. എൻ്റെ വിഷയം ഇത് ഉപയോഗിക്കൽ മാത്രമാണ്. ഇതാണ് ജ്ഞാനത്തെക്കുറിച്ച് വ്യക്തമായ ബോധമില്ല ഈ സമൂഹത്തിന്. അത് എന്താണ് ജ്ഞാനം എന്നുള്ളത് ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞത്, അറിവ് എന്ന് പറയുന്നത് മനുഷ്യന് ഉപകാരപ്രദമായിരിക്കണം, അതാണ് അറിവ്. ഇവനെ എതിർക്കുന്നവന് പോലും അത് ഉപകാരമായിരിക്കണം, അതാണ് അറിവ്. എന്നെ എതിർക്കുന്നവന് പോലും ഞാൻ പറയുന്ന കാര്യം, ഞാൻ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന കാര്യം, ഞാൻ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ ശത്രുവിന് പോലും അത് ഉപകാരമായിരിക്കണം, അതാണ് ജ്ഞാനം, അതാണ് അറിവ് എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയ അറിവ് അല്ലാതെ എനിക്ക് മാത്രം ഉപകാരപ്പെടുന്നത്, ഇവർക്ക് തന്നെ ചെയ്യുന്നവന് മാത്രം ഉപകാരമുള്ള അറിവുകളാണ്. ഒരു വേള ചെയ്യുന്നവന് വരെ ദോഷാണത്. ഈ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവന് വരെ ദോഷാണ്. എന്താ ദോഷം എന്ന് പറഞ്ഞാല്, സമൂഹം മുഴുവൻ ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ മുഴുകിയാൽ ഇവന് തന്നെ അന്നം കിട്ടൂല. അതാണ് ആചാരാനുഷ്ഠാനങ്ങൾ പലപ്പോഴും ചെയ്യുന്നവന് വരെ ദോഷമാണ്. അത് ജ്ഞാനമല്ല എന്നാണ് ഞാൻ പറയുന്നത്. അറിവ് എന്ന് പറയുന്നത് ഈ പറയുന്നവനും ചെയ്യുന്നവനും കാണുന്നവനും അതിന് ഉപയോഗിക്കുന്ന വസ്തുവിനും ഉപകാരപ്പെടണം, അതാണ് അറിവ്. ആ വസ്തുവിന് വരെ അത് ഉപകാരപ്പെടണം എന്നാണ്, അതാണ് അറിവ് എന്ന് പറയുന്നത്. അത് കുറച്ച് താത്വിക തലത്തിൽ വിശദീകരിക്കേണ്ട കാര്യമാണ് അത്. അപ്പോൾ അതാണ്, ജ്ഞാനത്തെക്കുറിച്ച് വരെ വ്യക്തമായ അവബോധമില്ല. എന്താണ് ജ്ഞാനം എന്നുള്ളത് വരെ നമ്മുടെ ഉസ്താദുമാർക്ക് അറിയില്ല. ഉസ്താദുമാർക്ക് ഞാൻ ചോദിച്ചല്ലോ, എങ്ങനെ വഴിക്ക് പാമ്പാക്കി, അത് ഭയങ്കര സംഭവമായിരുന്നു. എങ്ങനെ തെറിയാനെ കെട്ടിയത്, അത് നല്ല ഉഷാറായിരുന്നു. ഇങ്ങനത്തെ കുറച്ച് കെട്ടുകഥകൾ, ഐതിഹ്യങ്ങൾ, മുത്തശ്ശി കഥകൾ, കുറച്ച് ഷർത്ത് ഫർള്, ഇതൊക്കെ ചോദിച്ചാൽ ഞങ്ങൾക്കറിയാം. മനുഷ്യന്റെ ജീവിത ഗന്ധിയായ പ്രശ്നങ്ങളെക്കുറിച്ച് പരിഹാരം അത് ഞങ്ങളോട് ചോദിക്കണം. അത് നിങ്ങൾ ആ പഞ്ചായത്ത് പ്രസിഡന്റിനോടോ ആ ശാസ്ത്രജ്ഞനോടോ മറ്റാളോടൊക്കെ പോയി ചോദിച്ചോളൂ. അതൊന്നും എനിക്ക് ഇൽമില്ല. എനിക്ക് ഇൽമുവാണെങ്കിൽ ഞങ്ങൾക്ക് ഒന്നുമില്ല ഷർത്ത് അത്രയും. ഞാൻ പറഞ്ഞു, മനുഷ്യ ജീവിതം തന്നെ മുറിഞ്ഞു പോണ കാര്യങ്ങളെ കുറിച്ച് വല്ലതുണ്ടെങ്കിൽ ഇത് വായിച്ചാൽ മതി, അല്ലെങ്കിൽ ഇതന്നെ കൂട്ടിയച്ചോളി എന്ന എൻ്റെ അഭിപ്രായം. എന്റെ വീട്ടിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. മനുഷ്യന്റെ ജീവൽ പ്രശ്നങ്ങൾക്ക് ഈ ഖുർആൻ പരിഹാരം ആകണമെങ്കിൽ ഇത് വായിച്ചാൽ മതി, അല്ലെങ്കിൽ ജനങ്ങളെ പാട്ടിന് വിടി ഇത് കൂട്ടിയെത്തിട്ട് ഇതന്നെ വായിക്കണമെന്നില്ലാണ്. മനുഷ്യന്റെ മുന്നിലുള്ള ജീവിതം അതാണ് ഇവർ പറയുന്നത്. പ്രത്യാശയെ കൊടുക്കുന്നത് ഈ മതം, ദീന് മനുഷ്യന് പ്രതിഫല കൊടുക്കുന്നത്. അതാ ദീനും മതവും തമ്മിലുള്ള വ്യത്യാസം. മതം മനുഷ്യന് പ്രത്യാശ കൊടുക്കും. അനക്ക് അങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും, ഹൂർലിങ്ങളെ കിട്ടും, മറ്റത് കിട്ടും, അനക്ക് കള്ള് കുടിക്കുക, ഇത് കുടിക്കാണ് പ്രത്യാശകളാണ് കൊടുക്കുന്നത്. പക്ഷെ മതം അതല്ല. അവന്റെ മുന്നിലുള്ള ജീവിതം തന്നെ വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കുക, പ്രതിഫല കൊടുക്കുന്നത്. സത്യം നീ പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം അനുഭവിച്ചോ. നന്മ നീ ചെയ്താൽ നീയും നിന്റെ സമൂഹവും അതിന്റെ പ്രതിഫലം അനുഭവിച്ചോ. ലോകത്തിന് ഗുണകരമായ പ്രവർത്തികൾ നീ ചെയ്താൽ നീയും നിന്റെ കുട്ടികളും നിന്റെ സമൂഹവും അതിന്റെ ഗുണം ഇന്ന് അനുഭവിച്ചോ. അതിന്റെ പ്രതിഫലം മുന്നിൽ കൊടുക്കുക ചെയ്യുന്നത്. അതാണ് മതവും ദീനും തമ്മിലുള്ള വ്യത്യാസം. മതം എന്ന് പറയുന്നത് ഒരു ലോകത്തെക്കുറിച്ച് മാത്രമേ കാണുന്നുള്ളൂ. ദീന് 3 ലോകത്തെക്കുറിച്ചാണ് കാണുന്നത്. കഴിഞ്ഞതും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ ലോകത്തെക്കുറിച്ചാണ് ദീനിന് പറയാനുള്ളത്. അതാണ് ദീനും മതവും തമ്മിലുള്ള വ്യത്യാസം. ഇങ്ങനെ നിരവധി വ്യത്യാസമാണ് മതവും ദീനും തമ്മിലുള്ള. നിരവധി വ്യത്യാസങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ കഴിയും. ഇതാണ് മതവും ദീനും തമ്മിലുള്ള വ്യത്യാസം. ഇവര് വെറും ആഖിറത്തിനെ കുറിച്ച് മാത്രമേ ഇവർക്ക് പറയാനുള്ളൂ. ആഖിറത്തിൽ അത് കിട്ടും. ഇവർ ഈ ആഖിറത്തിന് കാത്തുക്കോ, അതിന് ഒഴിവില്ല ഞങ്ങൾക്ക്. ഞങ്ങൾക്കൊക്കെ പിന്നെ കിട്ടണം. ആഖിറത്തിലേക്ക് നിങ്ങൾ കാത്തിരുന്നോളും മക്കളെ, ഓർക്കറിയാതെ ആഖിറത്തിലേക്ക് നിങ്ങൾ കാത്തിരുന്നോളും. ഞങ്ങൾക്ക് ഇവിടെ ഉള്ളതൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ തരും. ഇന്ന ഉസ്താദെ ഒക്കെ ആഖിറത്തിലേക്ക് അത് ഇവിടുന്നപ്പോ അതില്ല. വിളിച്ച വിളിക്ക് ഉത്തരം കിട്ടുന്ന ഉസ്താദാണ് ഷെയ്ഖുന അൽ മശായിഖ് എന്ന് പറയും. അയാൾ ദ്വയക്ക് ഉത്തരം കിട്ടാതിരിക്കൂല കേട്ടോ എന്ന് പറയും. ഞാൻ പറഞ്ഞു, അയാളെ കുട്ടികളെ കെട്ടിച്ചാനുണ്ടെങ്കിൽ ആയെങ്കിലും അയാൾക്ക് ദ്വയറിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞമ്മക്ക് ഇടങ്ങേറാണ്ടിട്ടാണ്. എന്നിട്ട് ദ്വയക്ക് ഉത്തരം കിട്ടുന്ന ആൾ അവസാനം പിന്നെ കുട്ടിനെ കെട്ടിച്ചാൻ കായ് വിരിക്കുകയാണ്. വീടുണ്ടാക്കാൻ കായ് വിരിക്കുക, ബസ്സിന് പോകാൻ കായ് വിരിക്കുക. ആരാണോ ഏത് ദ്വയക്ക് ഉത്തരം കിട്ടുന്ന ആൾ. ഞാൻ പറഞ്ഞു, ഒരു ദ്വയക്ക് ഉത്തരം കിട്ടിയ ഒരാളെങ്കിലും വീടുന്നാണ് എനിക്കൊന്ന് കാണാനാ. ഒരു ദ്വയക്ക് ഉത്തരം കിട്ടും. അതപ്പോ അർത്ഥം പറഞ്ഞു, പ്രവർത്തിച്ചാലല്ലാതെ കിട്ടൂല മക്കളെ, പ്രവർത്തിച്ചാലല്ലാതെ കിട്ടൂല. നിങ്ങൾ ദ്വയന്നിട്ട് കിട്ടിയ ഒരാളെങ്കിലും കൊടുന്നാണ്. ദ്വയന്റെ ഇവന്റെ ഓരോ പ്രവർത്തനത്തിലും ഇവന്റെ മനസ്സിൽ നിന്ന് അതിന്റെ തേട്ടം കൊണ്ട് ഇത് നന്നാക്കി തരണമെന്ന്
ഇത് പ്രതിഫലാർഹമായിരിക്കണം, ഇത് നന്നാക്കി തീർക്കണം. അതാണ് അവൻ്റെ മനസ്സിൽ, അതിൻ്റെ ആസൂത്രണവും അത് പിന്നെ നന്നാക്കി തീർക്കാനുള്ള അവൻ്റെ മനസ്സിൻ്റെ തേട്ടവും ആസൂത്രണവുമാണ് അവൻ്റെ ദുആ, അവൻ്റെ വിളി. അപ്പോൾ അതാണ് ഇതിനു മുമ്പ് ഈ 4:43 മുമ്പും വേദത്തെക്കുറിച്ചും അതിന് ശേഷവും വേദത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഈ ആയത്തുകൾ. ഈ 4:43 ഈ തയമ്മത്തിൻ്റെ കാര്യം പറഞ്ഞ ശേഷം അലം തറ ഇലല്ലദീന ഊതു നസീബൻ മിനൽ കിതാബി, വേദം നൽകപ്പെട്ട ഒരു വിഭാഗം യസ്തറുന ലലാലത്ത്, അവർ വഴികേടിനെ വിലക്ക് വാങ്ങി. ഈ വേദത്തെ മാറ്റിവെച്ചുകൊണ്ട് വഴികേടിനെയാണ് അവർ വിലക്ക് വാങ്ങിയത്. യുരീദുന അൻ തളില്ലു അസ്സബീൽ, ഈ സബീലിൽ നിന്ന്, ഈ സബീൽ ഏതാ സബീൽ? കോഴിക്കോട് നിന്ന് പിന്നെ കണ്ണൂർക്കുള്ള വഴിയ? നിങ്ങൾ ഉദ്ദേശിച്ചത് കോഴിക്കോട് നിന്ന് കണ്ണൂർക്ക്, അങ്ങനെ അവിടുന്ന് തിരിച്ച് തിരൂർക്ക് വിട്ടു, അതാണോ വഴി തെറ്റിക്കാനാ ഉദ്ദേശിക്കുന്നത് അവരെന്ന്? അതല്ല, ദൈവികമായ വഴിയിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു വിടാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതാണ് അസ്സബീൽ എന്ന് പറഞ്ഞാൽ ദൈവികമായ വഴി. അപ്പൊ അത് ഞാൻ പറഞ്ഞത് എന്താണ്, ഈ 4:43 മുമ്പും അതിന് ശേഷവും വേദത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ ഒരു നമസ്കാരത്തെക്കുറിച്ചല്ലാണ് പറയുന്നത്. അവിടെ ഒരു സലാത്ത്, ഒരു ആചാരാനുഷ്ഠാനമായ ഒരു ആരാധനാ കർമ്മത്തെക്കുറിച്ചല്ല. വേദം ഒരാൾക്ക് ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ അവന് സ്വന്തമായി നേടിയ പ്രാവീണ്യം അനുസരിച്ച് പറയാം. വേദത്തിൽ തന്നെ വ്യക്തമായ ജ്ഞാനങ്ങൾ ലഭിച്ചിട്ടില്ലെങ്കിൽ അവൻ തന്നെ സ്വയം നല്ലത് ഉദ്ദേശിക്കുക. ഇതാണ് വേദം എന്ന് പറഞ്ഞു. എന്നിട്ട് തുടർന്ന് പറഞ്ഞത്, വേദം മുമ്പ് നൽകപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിന്, ആ വേദം നൽകപ്പെട്ട ആ സമൂഹം ആ വേദത്തിന് പകരം അവർ ലലാലത്തിനെ, വഴികേടിനെ വിലക്ക് വാങ്ങി. അവർ മനുഷ്യരെ ദൈവികമായ മാർഗത്തിൽ നിന്ന് അവരെ പിശാചിന്റെ വഴിയിലേക്ക് തിരിച്ചുവിട്ടു. അതാണ് പിശാചിന്റെ വഴി, അതാണ് ശൈത്താന്റെ വഴി. ചെകുത്താന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിന്റെ ചിന്തയാണത്. അതൊക്കെ മനുഷ്യന്റെ മനസ്സിന്റെ ചിന്ത. നമ്മൾ ഈ ചെകുത്താനെ തെരഞ്ഞു നടക്കുകയാണ്. എവിടെ എന്താ ഒരു സമൂഹത്തിന്റെ ചെകുത്താൻ ഇവന്റെ മനസ്സിലാണ്. ഇവന്റെ മനസ്സിൽ തന്നെയാണ് ദൈവികതയും. ഇവനിൽ സത്യം, നീതി, ധർമ്മം, ന്യായം, കരുണ, സഹജീവികളോടുള്ള സ്നേഹം, ഇതൊക്കെ ഇവനിൽ നിന്നുണ്ടാവുമ്പോൾ ഇവനിൽ ദൈവികതയാണ്. എങ്ങനെ ചൂഷണം ചെയ്യണം, എങ്ങനെ അനീതി കാണിക്കണം, എങ്ങനെ അക്രമം കാണിക്കണം, എങ്ങനെ അന്യന്റെ മുതല് അപഹരിക്കണം, ഇത് ഇവനിൽ പൈശാചികതയാണ്. ഇതാ പിശാച്. പിശാച് അപ്പൊ വേറെ സാധനമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, പിശാച് ഏതെങ്കിലും ബാറിൽ ബില്ല് കൊടുത്തുക്കണോന്ന് ചോദിച്ചു. ഏതെങ്കിലും ബാറിൽ ബില്ല് കൊടുത്തുക്കണോ? ബാറിൽ കയറിയിട്ട് അല്ല, പിശാച് കള്ളുടിക്കുന്നുണ്ട് കുറെ. ആ എല്ലാ അർത്ഥപ്രകാരം ഇന്നമൽ ഹമ്രു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാമു രിജുസും പിന്നെ അമലി ഷെയ്ത്താൻ, ഷെയ്ത്താന്റെ അമലാന്ന് പറയുന്നുണ്ട് കള്ളുകൂടി, ചൂതാട്ടം. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല ഏതെങ്കിലും ബാറിൽ ഷെയ്ത്താൻ കയറിയിട്ട് ബില്ല് കൊടുത്ത ഏതെങ്കിലും ബാറ് ലോകത്തുണ്ടോ? ഏതെങ്കിലും തെങ്ങിന്റെ മുകളിലേക്ക് ചെത്തി വെച്ചാൽ തലേ ദിവസം ചെത്തി കള്ളിയത്തേറെ ചെത്തി വെച്ച കള്ള് രാവിലെ ആകുമ്പോഴത്തേക്കും ഷെയ്ത്താൻ കുടിച്ചു പോയിക്കണോ? കുടിച്ചു പോയിട്ടുണ്ടാവും മനുഷ്യ ഷെയ്ത്താൻ. അല്ലാതെ ഒരു ചെകുത്താനും ഇവര് പറയുന്ന ഒരു ചെകുത്താനും കുടിച്ചു പോയിട്ടില്ല. എന്നിട്ട് ഇതിന് ഒരു സംഘടന, ഇതിന് ഒരു സംഘടന, ചെകുത്താനും ജിന്നിയും കഴിഞ്ഞിട്ട് ഒരു സംഘടന. എവിടേക്കായി ഈ സമൂഹം പോകുന്നത്? എന്താ അറിവ്, എന്താ ഖുർആനെ കുറിച്ച് പഠിക്കാത്ത? വൈദാ ഹലവിലാ ചെയ്യാത്തീനി എന്ന് കഴിഞ്ഞാൽ ഷെയ്ത്താന്റെ ഫാമുണ്ടോ നാട്ടിൽ വെച്ച്? ഷെയ്ത്താന്മാരിലേക്ക് അവർ ഒറ്റക്ക് പോയാൽ കാലു ഇന്നാമായപ്പോൾ ഞങ്ങൾ ഇങ്ങള്ളപ്പാണ്, ഇന്നമാനഹന മുസ്തഹദീവ്, ഞങ്ങൾ ആ മോമിനിങ്ങളെ കളിയാക്കിയിരുന്നു, ഞങ്ങൾ ഇങ്ങള്ളപ്പ് തന്നെയാണ്. ഷെയ്ത്താന്മാരെത്തേക്ക് ചെന്നിട്ട് ഹിപ്പോക്രാറ്റ്സ്, കപടന്മാർ പറയും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം ഷെയ്ത്താന്റെ ഫാമുണ്ടോ എവിടെയെങ്കിലും? കോഴി ഫാമ് പോലെ ഷെയ്ത്താനെ വളർത്തുന്ന ഫാമ്. ഇങ്ങോട്ട് ഷെയ്ത്താന്മാരെത്തേക്ക് ചെന്നിട്ട് പറയും ഞങ്ങൾ ഇങ്ങള്ളപ്പം തന്നെ, ഞങ്ങൾ ആ മനുഷ്യ മോമിനിങ്ങളെ വെറുതെ കളിയാക്കിയിരുന്നു. എന്താ ഒക്കെ ഇവർ മെറ്റീരിയലായിട്ട് കണ്ടു, ഒക്കെ പദാർത്ഥപരമായിട്ട് കണ്ടു. അതാ ഖുർആനോട് കാണിച്ച ഒരബദ്ധം. ഖുർആനോട് കാണിച്ച ഒരബദ്ധം, ഒരബദ്ധം തന്നെ ഏറ്റവും വലിയ തെറ്റതാണ്. ഖുർആനെ അതിന്റെ യഥാർത്ഥ തലത്തിൽ വായിച്ചില്ല. അപ്പോഴാണ് ഈ പെരടിക്ക് വെട്ടലൊക്കെ വന്നത്. അപ്പോഴാണ് ഈ പെരടിക്ക് വെട്ടൽ വന്നത്, കൈ വെട്ടൽ വന്നത്. ഞാൻ പറഞ്ഞല്ലോ, കോഴിക്ക് ചില്ലി വെട്ടും പോലെ വെട്ടി തന്നെ മനുഷ്യന്റെ പേരല്. ഇപ്പൊ ഇന്നലെ ഒരാൾ വിളിച്ചു ചോദിച്ചപ്പോ, കാത്തിലോ ഈ സബീലിൽ അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ കിട്ടാല് നടത്തുന്നില്ലേ എന്ന് പറഞ്ഞാൽ കൊന്നൊടുക്കുന്നില്ലേ എന്നാണ് അർത്ഥമാണെങ്കിൽ പിന്നെ ആരത് നേരാക്കാണ്?
ലോകത്തുള്ളവരൊക്കെ നിഷേധികളെ നബി വരുമ്പോൾ ഓലൊക്കെ കാത്തില് ഓലൊക്കെ കൊന്നൊടുക്കുക. കിത്താലി കൊല്ലാനാണെങ്കിൽ പിന്നെ ഈ നബിക്ക് നേരാക്കാനാരാ? നേരാക്കാൻ ഒരു മനുഷ്യൻ വേണ്ട, അവർ അതൊക്കെ ഒരു മുറുണ്ടാവും. ബാക്കി നേരാക്കാൻ ആരാ? ഇവര് പറഞ്ഞ കിത്താലി എന്ന് പറഞ്ഞാൽ കൊല്ലാനാ. അപ്പൊ കാത്തിലില്ലതീന കാത്തിലിൽ മുശ്രിക്കീങ്ങളൊക്കെ കൊല്ലാന്ന് പറഞ്ഞാൽ നബി വരുമ്പോൾ അവിടെയൊക്കെ മുശ്രിക്കീങ്ങളും കാഫിരീങ്ങളുമാണ്. ഒക്കിനെയാണ് കൊന്നു കൊടുക്കുകയും. പിന്നെ ഈ ഖുർആൻ ഏത് ആരോടാ പറയാം? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നല്ല മോമിനിങ്ങളൊക്കെ പൊക്കുകയും ചെയ്തു, കാഫിരീങ്ങളൊക്കെ താത്തുകയും ചെയ്തു. പിന്നെ ഭൂമിയിൽ ആരാ എന്നതുപോലെ അവരെ സാംസ്കാരികമായി, വൈജ്ഞാനികമായി, ആശയപരമായി ആ രംഗത്തുള്ള അധപ്പതനാണ് ആ താഴ്ച എന്ന് പറയുന്നത്. വൈജ്ഞാനികമായി, സാംസ്കാരികമായി, പിന്നെ നീതിയില്, ധർമ്മത്തില്, സത്യത്തില്, ശരിയില്, ഇങ്ങനെ ദൈവികതയിലേക്കുള്ള പൊക്കലാണത്. അതാ പൊക്കാന്ന്. നല്ല പോലെ തന്നെ ഇവിടെ ഈ കൊല്ലാന്നാണ് ഇവന്റെ വ്യക്തിത്വത്തെയാണ് കൊല്ലേണ്ടത്, ഇവന്റെ ഫിസിക്കൽ ബോഡിയല്ല. ഞാൻ കേടുവന്ന ഇതിന്റെ വ്യക്തിത്വത്തെ അല്ലേ നേരാക്കേണ്ടത്? എന്തുകൊണ്ടാണ് നേരാക്കേണ്ടത്? ഇതുകൊണ്ട് നേരാക്കുക. ഈ കിതാബ് പറഞ്ഞ് നേരാക്കുക. ഇപ്പൊ ഈ നെഫ്സ് ഇവർക്ക് തോന്നിയോടത്തൊക്കെ നെഫ്സിന് ഇവര് പിന്നെ എന്ത് അർത്ഥം വെക്കുന്നോ? തോന്നിയോടത്തൊക്കെ ഇവന്റെ മനസ്സ്, വ്യക്തിത്വത്തിന് അർത്ഥം വെക്കും. നെഫ്സിൽ മുത്തുമയിന്ന സമാധാനപരമായ മനസ്സ്, അത് ശരിയാണ്. അവിടെ നെഫ്സിനാണ്. നെഫ്സിൽ ലവ്വാമ, അതും മനസ്സന്നെ. നെഫ്സിൽ അമ്മാറ, അതും അതന്നെ. നഫ്സുൽ അമ്മാറ യൂസഫിനെ ഇവിടെ പറയുന്നുണ്ട്. അമ്മാ ഉദരിയോ ബി നഫ്സി ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ. തെറ്റിനോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് കഴിയുന്ന, തെറ്റുകളോടും പിന്നെ തിന്മയോടും താതാത്മ്യപ്പെട്ട് കഴിയുന്ന വ്യക്തിത്വങ്ങളെയാണ് അമ്മാറത്തും ബിസ്സൂ എന്നാണ്. ഒരു പരിവർത്തനം ആഗ്രഹിച്ച് ഒരു പുരോഗതിയിലേക്ക് പോകാൻ തയ്യാറുള്ള മനസ്സാണ്, മനസ്സിന്റെ വ്യക്തിത്വമാണ് ആര്? നഫ്സുൽ ലവ്വാമ. സമാധാനപൂർണമായി, ദൈവികമായ ആശയത്തിൽ സമാധാനപൂർണമായി, ശാന്തിയോടുകൂടി, ഒന്നിനോടും പഴയ ഉദ്ദേശമല്ലാതെ സ്വസ്ഥമായ മനസ്സിന്റെ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് നഫ്സുൽ മുത്മയിന്ന. അതൊന്നും ഈ തടിയാണ്. നഫ്സുൽ മുത്മയിന്ന എന്ന് പറഞ്ഞാൽ അനങ്ങാതെ ഇരിക്കുന്ന തടിയാണോ എന്ന് ചോദിച്ചാൽ അതല്ല. ഈ അനങ്ങാതെ ഇരിക്കുന്ന മുത്തുമൈന എന്ന് ശാന്തമായി ഇരിക്കുന്ന ഈ ബോഡിയാണ്, അതല്ല. അത് അവന്റെ വ്യക്തിത്വം. എന്നാ നെഫ്സിനെ കൊല്ലണം എന്ന് പറഞ്ഞാലോ അത് കൊല്ലതന്നെ. അത് ആ തടിയാണ് വെട്ടി മുറിച്ചിട്ട് രണ്ടാക്കി പിന്നെ വെട്ടി അവിടേക്ക് എന്താണ് ഇതും അപ്പൊ പറയാം അത് കൊല്ലതന്നെ. അവിടെ കാഫിര്യങ്ങളെ കൊല്ലെ ആ കുഫർ എന്ന് പറയുന്ന വ്യക്തിത്വത്തെയാണ് അവിടെ തകർക്കേണ്ടത്. ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ നീ എന്തെങ്കിലും വേണം. അവനിൽ അക്രമവാസനയുണ്ടെങ്കിൽ അത് ആ വ്യക്തിത്വത്തെ കൊന്നുകളയൂ നിങ്ങൾ. അവനിൽ അനീതി ഉണ്ടെങ്കിൽ ആ അനീതിയെ, ദൈവിക വചനങ്ങളുടെ നിഷേധമാണോ അവനിലുണ്ടെങ്കിൽ ആ വ്യക്തിത്വത്തെയാണ് നിങ്ങൾ കൊല്ലേണ്ടത്. അതിനെയാണ് കൊല്ലേണ്ടത്. സ്വക്കത്തിലൂ അമ്പുസക്കുന്നാലോ നിങ്ങളൊക്കെ പോയി ചാകുന്നാണോ? ഇങ്ങോട്ട് തൂപ്പുയില്ല ഭാര്യയ്ക്കും നിങ്ങളുടെ രക്ഷിതാവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങൂ എന്ന് പറഞ്ഞാൽ പോയി ചത്തിട്ട് ഇനി എന്താ പശ്ചാത്തപിക്കണോ? നിങ്ങൾ നിലവിലുള്ള നിങ്ങളുടെ എല്ലാ വ്യക്തിത്വങ്ങളെയും, നിങ്ങളുടേതായ വ്യക്തിത്വങ്ങളുണ്ടല്ലോ, സ്വാർത്ഥതകൾ, അനീതികൾ, അക്രമങ്ങൾ, ഇതൊക്കെ നിങ്ങൾ കൊന്നു കളഞ്ഞിട്ട് ഇതിനൊക്കെ നശിപ്പിച്ചു കളഞ്ഞ് തൂപ്പുയില്ല ഭാര്യയ്ക്കും നിങ്ങളുടെ റബ്ബിലേക്ക് തിരിച്ചു പോകൂ. ദൈവത്തിന്റെ ആശയങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളൂ എന്നാണ് ആ പറഞ്ഞത്. അല്ലാതെ എല്ലാവരും പോയി ചത്തോളിന്നല്ല. മൂസാ നബി തന്റെ സമൂഹത്തോട് പറഞ്ഞതാ, ഫഖ്തുലു അൻഫുസകും വതൂബു ബാരിയക്കും ഫതാബ അലൈക്കും ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. എവിടേക്കാ ഈ തിരിച്ചു പോണത്? അപ്പൊ ഞാൻ വിഷയം അവസാനിപ്പിക്കുകയാണ്. ഇത് പറഞ്ഞാലൊന്നും അങ്ങനെ പറഞ്ഞാലൊന്നും തീരുന്ന വിഷയമൊന്നുമല്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഓടി വെച്ചതൊന്നും ഉദ്ദേശിച്ച് വന്നതൊന്നും പറഞ്ഞ് പോയത് വേറെ. ഇതിന്റെ കാര്യം അങ്ങനെയാണ്. ഇതൊരു ബഹറാണ്, ഇതൊരു സമുദ്രമാണ്. സമുദ്രം എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങോട്ട് പോകും സമുദ്രമാണ്. സമുദ്രത്തിൽ അടിച്ചു എന്ന് പറഞ്ഞാൽ അപ്പൊ പഠിഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോയി നൈൽ നദിയിൽ പോയി തച്ചു എന്നാക്കും. ഞമ്മക്കൊരു സാഹിത്യം പറയാം, അള്ളാഹ് സാഹിത്യം തൊടാൻ പാടില്ല, മുന്തി പോകരുത് അള്ളാഹ് സാഹിത്യം. പിന്നെ അല്ലല്ലേ സാഹിത്യം പറയാം. വിജ്ഞാനത്തിന്റെ സാഗരമാണെന്ന് നമുക്ക് പറയാം. പക്ഷേ അള്ളാഹ് സാഗരം എന്ന് പറഞ്ഞാൽ അത് സാഗരം തന്നെ. അത് സാഗരം, അത് നമ്മൾ പിന്നെ ഈ കോഴിക്കോട് കടൽ തന്നെ. ആ കോഴിക്കോട് കടലിൽ വടിയുള്ള ഒറ്റ അടി അടിച്ചപ്പോൾ കോഴിക്കോട് കടൽ രണ്ടായി. അതിൽ കൂടി മറ്റേ മൂർത്തിയും മറ്റേ ആൾക്കാർ
ഏതാണ് അതിൻ്റെ മൊഴിസത്ത് എന്ന ഖുർആന്റെ ദാർശനിക മാനം എന്ന ക്ലാസ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കേൾക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. എവിടെ ഏതിലൂടെയാണ് അവർ പോയതെന്ന്, എന്താണ് അവിടെ ഉണ്ടായ ഉണങ്ങിയ വഴി എന്ന്. തെരീക്കൻ യാബിസൻ, ഉണങ്ങിയ വഴി എന്താണ്, സമുദ്രം സാഗരം രണ്ടായി പിളർന്നത് എങ്ങനെയാണെന്ന് ഇൻഷാ അല്ലാഹ് അവിടെ കേൾക്കാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.